ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പിക്കോ ലേണിങ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 ആ ഒരു പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു പരീക്ഷ പേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ ഈ ഒരു കാലയളവിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുകയും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഹിസ്റ്ററി ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങൾ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. സോ എങ്ങനെ ഡീകോഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഹിസ്റ്ററി ഭാഗത്ത് നിന്നും ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അനുബന്ധ വസ്തുതകൾ, ഇനിയുള്ള പരീക്ഷയ്ക്ക്, ഇനിയുള്ള 2ാമത്തെ സ്റ്റേജിലും 3ാമത്തെ സ്റ്റേജിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന PSCയുടെ മത്സര പരീക്ഷകളിലുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സമഗ്രമായിട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ 1ാമത്തെ ഫേസിൽ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന്, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എന്നിങ്ങനെ 3 ഭാഗത്ത് നിന്നായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സെഷനിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, പ്രധാനമായിട്ടും ഈ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, അതേപോലെ തന്നെ ലോക ചരിത്രം എന്നിങ്ങനെ 3 ചരിത്ര ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു മേഖലയിൽ നിന്നും 10 മാർക്കിന് ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ 10 ചോദ്യം ചോദിക്കും എന്നാണ് PSC നമ്മളോട് പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം, ഇത്തവണത്തെ ആ ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമൊക്കെ കാണാനേ ഇല്ല. പക്ഷേ ഹിസ്റ്ററി ഭാഗത്ത് നിന്നും 10 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായത് 13 ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ടും ഹിസ്റ്ററി ഭാഗത്ത് നിന്നും 13 ചോദ്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഭാഗത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ടോട്ടലി 13 ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 13 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേരള ചരിത്ര ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ആ ഒരു കേരള ചരിത്ര ഭാഗത്ത് നിന്നും ഇനിയുള്ള ഫേസിലും ഈ ഒരു അനാലിസിസ് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇനിയുള്ള ഫേസിലും കേരള ചരിത്രത്തിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ. സെക്കൻഡ് മോസ്റ്റ് ഇന്ത്യ ചരിത്രത്തിൽ നിന്നും പിന്നീടായിരിക്കും അതേപോലെ ഈ ലോക ചരിത്ര ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ. ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു അനാലിസിസ് എന്ന വണ്ണമാണ് നമ്മൾ ഇക്കാര്യം ഒന്ന് പറയുന്നത്. കാരണം ഇനി പഠിക്കാനുള്ള സമയം സെക്കൻഡ് ഫേസുകാർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് ഈ ചോദ്യങ്ങൾ വന്ന പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ, ഓരോ ചോദ്യത്തോടൊപ്പവും ആ ടോപ്പിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആ ടോപ്പിക്കുകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി പഠിച്ചുകൊള്ളുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസമില്ലാതെ തന്നെ ഓരോ ചോദ്യങ്ങൾ വീതം നോക്കി പോകാം. അതിൻ്റെ അനുബന്ധ വസ്തുതകളൊക്കെ തന്നെ പഠിച്ചു പോകാം. നിങ്ങൾ റെഡിയാണ് എന്നെനിക്കറിയാം. നമ്മൾ ആരംഭിക്കുന്നു. ഓരോ ചോദ്യങ്ങൾ വീതം പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്ര ഭാഗത്ത് നിന്നുമാണ്. ഞാൻ പറഞ്ഞു 7 ചോദ്യങ്ങളാണ് കേരള ചരിത്ര ഭാഗത്ത് നിന്നും നമുക്ക് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇതിൽ ഒരു ചോദ്യം ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ഭാഗത്ത് നിന്നും ചോദിച്ചതാണ്. എങ്കിൽ പോലും അത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ 7 ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആദ്യം തന്നെ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട മേഖല നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ യൂറോപ്യൻസ്. നമ്മുടെ കേരള ചരിത്രം സിലബസ് എടുത്ത് നോക്കുകയാണ് എങ്കിൽ ആ കേരള ചരിത്രം സിലബസിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്. അതായത് യൂറോപ്യന്മാരുടെ ആഗമനവും യൂറോപ്യന്മാരുടെ സംഭാവനകളും. അതിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമുക്ക് ഓരോ ചോദ്യം വീതം നോക്കി പോകാം, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് വീതം നോക്കി പോകാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ്
ഫോൾസ് അബൌട്ട് ദ ഡച്ച് ഇൻ കേരള. കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഞാൻ നേരത്തെയും നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ളൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം, ഫോൾസ് ആണോ റൈറ്റ് ആണോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓരോ പ്രസ്താവനയായിട്ട് നമുക്ക് നോക്കി പോകാം. ദ ഡച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ കേരള. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ബമ്പർ ലോട്ടറി അടിക്കും. കാരണം കേരള ചരിത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കേരളത്തിലെത്തിയ കടൽ മാർഗം കേരളത്തിലെത്തിയ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരിൽ ആദ്യ യൂറോപ്യൻ രാജ്യം അത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാലകൾ ആരംഭിച്ചത് എന്നും ആ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല എവിടെ ആരംഭിച്ചു എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഗോവയിലാണ്. അറൈവൽ ഓഫ് ദി യൂറോപ്യൻസിൽ യൂറോപ്യന്മാരുടെ സംഭാവനകളുടെ കൂട്ടത്തിൽ പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റാണത്. ഇനിയും ആ പോർച്ചുഗീസുകാർ തന്നെ കേരളത്തിലും അച്ചടിശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെ? അങ്ങ് കൊച്ചിയിലും വൈപ്പിനിലും. എവിടെയാണ്? അങ്ങ് കൊച്ചിയിലും വൈപ്പിനിലും. ഇനിയും നമുക്ക് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചിയിലും വൈപ്പിനിലും സ്ഥാപിക്കപ്പെട്ട ഈ അച്ചടിശാലകൾ കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലയാണോ എന്നുള്ളതാണ്. ശരിയാണ്. കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ അച്ചടിശാല അത് പ്രധാനമായിട്ടും കൊച്ചിയിലും വൈപ്പിൻ മേഖലയിലുമായിട്ട് പോർച്ചുഗീസുകാർ സ്ഥാപിക്കപ്പെട്ട അച്ചടിശാലകളാണ്. അതായത് കേരള ചരിത്രത്തിൽ യൂറോപ്യന്മാരുടെ സംഭാവന എന്ന ഭാഗത്ത് പോർച്ചുഗീസുകാരെ പറ്റി ഈ ഒരു പോയിന്റ് പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടും. ഒന്നാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. അതായത് ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. നമുക്കിനി മുന്നോട്ട് വേറെ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും നോക്കണ്ട. കാരണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. നമ്മുടെ ഉത്തരം ഇവിടെ ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ എ ഉത്തരമായി വന്നു എന്ന കാര്യം കൂടി നമ്മൾ അവിടെ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രസ്താവനകൾ നൽകിയിരിക്കുന്നത് കൂടി നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കി പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് എന്ന്. ഇന്ത്യയിൽ എവിടെയാണ് ആദ്യത്തെ അച്ചടിശാല പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത്? അത് ഗോവയിലാണ്. കേരളത്തിൽ എവിടെയാണ്? കൊച്ചിയിലും വൈപ്പിനിലുമാണ്. ഇനിയും ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ അച്ചടിശാലകൾ ആരംഭിച്ചത് വിദേശ ശക്തികളാണ്. അത്തരത്തിൽ വിദേശ ശക്തികളുടെ സഹായത്തോടെ അല്ലെങ്കിൽ വിദേശ ശക്തികളാണ് പ്രധാനമായിട്ടും കേരളത്തിൽ അച്ചടിശാലകൾ ആദ്യ കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ചത്. എന്നാൽ ഈ വിദേശികളുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായിട്ടൊരു അച്ചടിശാല ആരംഭിച്ച കേരളീയൻ ആര് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉത്തരം പറഞ്ഞു കാണും. അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. അതും ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കണം. പ്രധാനമായിട്ടും വാഴത്തട വിപ്ലവം, കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വാഴത്തട വിപ്ലവം. എന്താണ് വാഴത്തട വിപ്ലവം? അച്ചടി രംഗത്ത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ കൊണ്ടുവന്ന ആ ഒരു വിപ്ലവപരമായിട്ടുള്ള മാറ്റങ്ങളാണ് വാഴത്തട വിപ്ലവം. അപ്പൊ അവിടെ ആ ഒരു പോയിന്റ് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചുകൊള്ളുക. ഇനിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദ ഡച്ച് അറ്റ് കുളച്ചൽ. ശരിയാണോ? അതായത് കുളച്ചൽ യുദ്ധത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്തു വെക്കേണ്ട വർഷമാണ് 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. പ്രധാനമായിട്ടും ഡച്ചുകാർക്കും മാർത്താണ്ഡവർമ്മയ്ക്കും ഇടയിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കങ്ങളുടെ ഒരു അനന്തര ഫലം എന്നുള്ള രീതിയിൽ
മാർത്താണ്ഡവർമ്മയുടെ അന്നത്തെ തലസ്ഥാനമായിരുന്ന കൽക്കുളം ആക്രമിക്കാനായിട്ട് ഡച്ചുകാർ ഒരു വലിയ സൈന്യത്തെ അയച്ചു. എന്നാൽ മാർത്താണ്ഡവർമ്മ അതിനെതിരെ തിരികെ ആക്രമണം ആരംഭിച്ചു. അങ്ങനെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന കുളച്ചൽ മേഖലയിൽ 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുടെ സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തിലെ ഔദ്യോഗിക വിജയം അല്ലെങ്കിൽ കുളച്ചൽ യുദ്ധത്തിലെ വിജയം ആർക്കായിരുന്നു? ഡച്ചുകാർക്കായിരുന്നോ അതോ മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു? കുളച്ചൽ യുദ്ധത്തിലെ വിജയം അത് ഡച്ചുകാർക്കായിരുന്നു. കുളച്ചൽ യുദ്ധത്തിലെ വിജയം അത് മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു. ആർക്കായിരുന്നു? കുളച്ചൽ യുദ്ധത്തിലെ വിജയം മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു. സോ അവിടെ മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദ ഡച്ച് അറ്റ് കുളച്ചൽ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാട്ടുരാജാവ് ഒരു വിദേശ ശക്തിയെ, ഒരു യൂറോപ്യൻ ശക്തിയെ ആദ്യമായിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്ക് മേൽ നേടിയ വിജയമാണ്. ഇനിയും ഈ ഒരു ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധാനന്തരം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏർപ്പെട്ട ഉടമ്പടിയാണ് 1753 മാവേലിക്കര ഉടമ്പടി. എന്താണ് 1753 മാവേലിക്കര ഉടമ്പടി എന്ന് പറയപ്പെടുന്നത്? ഇനിയും ഇവിടെ ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഡച്ച് ആധിപത്യം അവസാനിക്കാൻ ഇടയാക്കിയ യുദ്ധം കൂടിയാണ് കുളച്ചൽ യുദ്ധം. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഡച്ച് ആധിപത്യം അവസാനിക്കാൻ ഇടയാക്കിയ യുദ്ധം കൂടിയാണ് കുളച്ചൽ യുദ്ധം. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഡച്ച് ആധിപത്യം അവസാനിക്കാൻ ഇടയാക്കിയ 2 കാരണങ്ങളാണുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിലൊന്ന് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ ആഗമനമാണ്. കാരണം ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഡച്ചുകാർക്ക് തോൽവി നേരിടേണ്ടി വന്നു. അങ്ങനെ അവരുടെ ഇന്ത്യയിലെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടു. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അത് കുളച്ചൽ യുദ്ധമാണ്. 1741 കുളച്ചൽ യുദ്ധമാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ സൗത്ത് വെസ്റ്റ് മേഖലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇന്ത്യയിൽ ഡച്ച് ആധിപത്യം അവസാനിക്കാൻ ഇടയാക്കിയ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും കുളച്ചൽ യുദ്ധമാണ്. അത്തരത്തിൽ ഡച്ച് ആധിപത്യം അവസാനിക്കാൻ ഇടയായ ഉടമ്പടി ഏത് എന്ന രീതിയിലാണ് ചോദ്യം വരുന്നത് എങ്കിൽ അത് 1753 മാവേലിക്കര ഉടമ്പടിയാണ്. ഇനിയും ഈ കുളച്ചൽ യുദ്ധവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ കുളച്ചൽ യുദ്ധത്തിൽ പ്രധാനമായിട്ടും ഡച്ച് ശക്തിയെ നയിച്ച അല്ലെങ്കിൽ ഡച്ച് നാവികസേനയെ നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, നോട്ട് ചെയ്ത് വെക്കണം, ഡില്ലനോയി. ആരാണ്? ഡില്ലനോയി. സോ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയപ്പോൾ ഡില്ലനോയി, ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്ന ഡില്ലനോയിയെ പിടികൂടുകയും തൻ്റെ തടവിലാക്കുകയും ചെയ്തു. ഡില്ലനോയിയോടൊപ്പം മാർത്താണ്ഡവർമ്മ തടങ്കലിൽ പാർപ്പിച്ച ഡച്ച് ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഡൊനാഡിയാണ്. ഡൊനാഡി. സോ ഡില്ലനോയിയോടൊപ്പം മാർത്താണ്ഡവർമ്മ തടങ്കലിൽ പാർപ്പിച്ച ഡച്ച് ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഡൊനാഡിയാണ്. അപ്പൊ അത്തരത്തിൽ ഡില്ലനോയിയെയും ഡൊനാഡിയെയും ഒക്കെ മാർത്താണ്ഡവർമ്മ തടങ്കലിലാക്കുകയും പിന്നീട് തൻ്റെ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള യുദ്ധപരിശീലനം നൽകുവാനും യൂറോപ്യൻ രീതിയിലുള്ള യുദ്ധമുറകൾ പരിശീലിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് ഈ ഡില്ലനോയിയെ നിയോഗിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഡില്ലനോയിയുടെ കാര്യം കൂടി നമ്മൾ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ ഡച്ച് നേവൽ ഓഫീസേഴ്സ് അണ്ടർ ഡില്ലനോയി വെയർ റെസ്പോൺസിബിൾ ഫോർ മോഡേണൈസിംഗ് ദ തിരുവിതാംകൂർ നേവി എന്ന് ചോദിച്ചാൽ അത് ശരിയായ പ്രസ്താവനയാണ്. കാരണം ഈ ഒരു യുദ്ധാനന്തരം ഡില്ലനോയിയെ മാർത്താണ്ഡവർമ്മ പിടികൂടുകയും ആ ഡില്ലനോയി തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറുകയും തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനം നൽകുകയും ചെയ്തു. ഇവിടെ ഡില്ലനോയിയെ സംബന്ധിച്ച ഒരു പ്രധാന
പ്രധാനപ്പെട്ട വാചകം നമ്മൾ ഓർത്തു വെക്കണം. എന്താണത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ: തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ, തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ. തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും ഡിലനോയിയാണ്. ഡിലനോയിയുടെ പേരിനോടൊപ്പം ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനിയും നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതായത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഓഫ് ഡച്ച് ഇൻ കേരള വാസ് ദി കമ്പൈലേഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ്. സോ കേരളത്തിൽ അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം. പ്രധാനമായിട്ടും മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി വിവരിക്കുന്ന, മലബാർ എന്ന് പറഞ്ഞാലും പ്രധാനമായിട്ടും കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ പറ്റി വിവരിക്കുന്ന ഈ ഒരു കൃതി പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് കേരള ആരാമം എന്നാണ്. കേരള ആരാമം, അതിനെ നമ്മൾ ചുരുക്കി കേരള രാമം എന്ന് വിളിക്കുന്നുണ്ടല്ലേ, കേരള രാമം. അതേപോലെ തന്നെ മലബാറിൻ്റെ പൂന്തോട്ടം, ദ ഗാർഡൻ ഓഫ് മലബാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു കൃതിയാണ്. പ്രധാനമായിട്ടും അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളെ പറ്റി വിവരിക്കുന്ന ഒരു കൃതി കൂടിയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. ആ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഡച്ച് അഡ്മിറൽ ആയിരുന്നു അഡ്മിറൽ വാൻ റീഡ്. പേര് നോട്ട് ചെയ്ത് വെക്കണം, അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഡച്ച് അഡ്മിറൽ ആയിരുന്നു അഡ്മിറൽ വാൻ റീഡ്. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? പ്രധാനമായിട്ടും ഈഴവ വൈദ്യനായിരുന്ന ഇട്ടി അച്യുതൻ, അതേപോലെ ഗൗഡ സരസ്വത ബ്രാഹ്മണന്മാരായിരുന്ന അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്, കാർമൽ പുരോഹിതനായ ജോൺ മാത്യൂസ്, ദെൻ ഇമ്മാനുവൽ കാർണേറോ അതിൻ്റെ ഇല്ലസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കൂടി ഇവിടെ ഓർത്തു വെക്കണം. അപ്പോൾ ഡച്ചുകാരുടെ സംഭാവനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് കൂടാതെ PSC തന്നെ നമ്മളോട് മുൻ വർഷത്തിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംഭാവനയുണ്ട്. എന്താണ്? ഒരു കുഷ്ഠരോഗാശുപത്രി ആരംഭിച്ചു, ലെപ്രസി ക്ലിനിക് ആരംഭിച്ചു. എവിടെയാണ് ആരംഭിച്ചത്? അങ്ങ് പ്രധാനമായിട്ടും ഈ ഒരു കുഷ്ഠരോഗാശുപത്രി ആരംഭിച്ചത് പള്ളിപ്പുറത്താണ്, എറണാകുളത്ത് പള്ളിപ്പുറത്താണ് ഈ ഒരു കുഷ്ഠരോഗാശുപത്രി ഡച്ചുകാർ ആരംഭിച്ചത്. ഡച്ചുകാരുടെ സംഭാവനയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന നമ്മൾ ഓർത്തു വെക്കണം, ബോൾഗാട്ടി പാലസ്. അതും ഡച്ചുകാരുടെ സംഭാവന തന്നെയാണ്. ഇനിയും ഡച്ചുകാരെ പറ്റി പറയുമ്പോൾ, കേരളത്തിലെ ഡച്ചുകാരെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കേരളത്തിൽ ഡച്ചുകാർ പിടിച്ചെടുത്ത രണ്ട് പ്രദേശങ്ങളുണ്ട്, ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ. അത്തരത്തിലെ ആദ്യ പ്രദേശം അത് കൊല്ലമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഡച്ചുകാർ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ പിടിച്ചെടുത്ത ആദ്യ പ്രദേശം ഏതാണ്? അത് കൊല്ലമാണ്. 1659 ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കുന്നത്. പിന്നീട് കൊച്ചി പിടിച്ചെടുക്കുന്നു. കൊച്ചി പിടിച്ചെടുത്തിട്ട് അവർ അവിടെ ആധിപത്യം സ്ഥാപിച്ചോ? ഇല്ല. അത് പ്രധാനമായിട്ടും കൊച്ചിയിലെ രാജാവിന് തന്നെ വിട്ടു നൽകുകയാണ് ചെയ്തത് 1663. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ ഇവിടെ ഒന്ന് അറിഞ്ഞു വെക്കണം. നമ്മളിവിടെ എക്സ്ട്രാ ഫാക്റ്റുകൾ പറഞ്ഞു തരുന്നത് കുറച്ച് വേഗത്തിലാണ് എന്ന് എനിക്കറിയാം. പക്ഷേ അത് ഈ ഒരു അടുത്ത പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് മാക്സിമം പോയിന്റ്സ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരിക എന്ന ഉദ്ദേശത്തോടെയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളുക. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, മനസ്സിലാക്കി. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ എ തെറ്റി എന്നുള്ളതും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനിയും അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് പോർട്ട് വാസ് ഓൾസോ നോൺ ആസ് മുറിച്ചിപ്പട്ടണം. മുറിച്ചിപ്പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന പോർട്ട് ഏതാണ്? ആക്ച്വലി മുറിച്ചിപ്പട്ടണം എന്നല്ല, മുച്ചിരിപ്പട്ടണം എന്നാണ് പേര് വരുന്നത്. മുറിച്ചിപ്പട്ടണം എന്നല്ല, മുച്ചിരിപ്പട്ടണം എന്നാണ് പേര് ശരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഇനിയും ഈ ഒരു ഭാഗം പലർക്കും കൺഫ്യൂഷൻ അടിച്ചിരിക്കാം. എന്നാലും ഓപ്ഷൻ നോക്കിയിട്ട് ആ ഒരു പേര്
പേരിനോട് സാമ്യതയുള്ള പേര് നോക്കി കറുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ശരിയുത്തരം കിട്ടും. അതായത് മുറിച്ചിപ്പട്ടണം അല്ലെങ്കിൽ മുച്ചിരിപ്പട്ടണം എന്നുള്ളത് പ്രാചീന കാലഘട്ടത്തിലെ ഏത് പോർട്ടിനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുസിരീസിനെയാണ്. സോ നമ്മൾ ക്ലാസ്സിലായാലും നമ്മൾ പ്രധാനമായിട്ടും ഈ മുസിരീസ് പോർട്ടിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും പണ്ട് കാലഘട്ടത്തിൽ മുസിരീസ്, നെൽക്കിണ്ട പോലെയുള്ള പോർട്ടുകൾ നമ്മൾ ഓർത്തു വെക്കണം. തിൻഡിസ്, നെൽക്കിണ്ട, അങ്ങനെ ഒരുപാട് പോർട്ടുകളുണ്ട്. അതിൽ മുസിരീസ് പോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു മുസിരീസ് ആണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ മേഖല. കൊടുങ്ങല്ലൂർ മേഖലയാണ് മുസിരീസ് എന്ന് പറയപ്പെടുന്നത്. ആ ഒരു മുസിരീസ് പോർട്ടിൻ്റെ മറ്റൊരു പേരാണ് മുച്ചിരിപ്പട്ടണം എന്നുള്ളത്. മുച്ചിരിപ്പട്ടണം അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഇവിടെ പ്രധാനമായിട്ടും ഈ കൊടുങ്ങല്ലൂരിനെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഈ കൊടുങ്ങല്ലൂര് തന്നെയാണ്, കൊടുങ്ങല്ലൂരിൻ്റെ മറ്റൊരു പേരുണ്ട്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂര് പണ്ട് കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് മഹോദയപുരം. ഈ മഹോദയപുരം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. കേരളം ആസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്ന രണ്ടാം ചേര സാമ്രാജ്യം, ആ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പ്രദേശമായിരുന്നു ഈ പറയുന്ന മഹോദയപുരം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂര്. അവിടുത്തെ പോർട്ടാണ് മുസിരിസ്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചുകൊള്ളുക. അപ്പൊ മുച്ചിരിപ്പട്ടണം അല്ലെങ്കിൽ മുരിച്ചിപ്പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? മുസിരിസ് ആണ്. ഇനിയും അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് നമുക്ക് സോഷ്യൽ റിഫോം മേഖല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സോഷ്യൽ റിഫോം മേഖല എന്ന് പറയപ്പെടുന്നത്. സോ നിങ്ങൾ സോഷ്യൽ റിഫോംസിനെ പറ്റി പഠിച്ചിട്ടില്ല എങ്കിൽ സെക്കൻഡും തേർഡും ഫേസിലേക്ക് പോകുന്നവർ ഈ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിനെ പറ്റി പഠിച്ചിട്ട് പോവുക. കാരണം സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആർട്ട്, ലിറ്ററേച്ചർ ആ ഒരു മേഖലയിലും പ്രധാനമായിട്ട് നമുക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റി പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററി ഭാഗത്ത് സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. സോ രണ്ട് മേഖലയിൽ നിന്നും നമുക്ക് ചോദ്യം വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും മിനിമം 2 ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം സോഷ്യൽ റിഫോം മേഖലയിൽ നിന്നും. ഇനിയുള്ള ഫേസിലേക്കാണ്. അപ്പം നിങ്ങൾ ഇനിയുള്ള ഫേസിലുള്ളവർ പ്രധാനമായിട്ടും ഈ സോഷ്യൽ റിഫോം മേഖല കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. എനിക്കറിയാം വലിയൊരു മേഖലയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പറയും, സർ ഞങ്ങൾ എങ്ങനെ ഈ ഒരു മേഖല പഠിക്കും? അതിനുള്ള സൊല്യൂഷൻസും ഞാൻ നൽകുന്നതാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു കേരള ഹിസ്റ്ററി ഭാഗം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ അവസാനം നമുക്ക് സോഷ്യൽ റിഫോം മേഖലയിലെ പ്രധാനപ്പെട്ട ചില നവോത്ഥാന നായകന്മാരുടെയും അവരുടെ സംഘടനകളുടെയും ലിസ്റ്റ് ഞാനൊരു ടേബിളിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഇനിയുള്ള മത്സര പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ പറ്റി പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ടോപ്പിക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്. ഇനി നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോകാം. സോ ഇവിടെ പ്രധാനമായിട്ടും ചോദ്യം വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇവിടെ ശരിയായ ജോഡികൾ ഏതൊക്കെ എന്നുള്ളതാണ്. മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കല്ലുമാല സമരം അയ്യങ്കാളി, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, ചാന്നാർ അജിറ്റേഷൻ പൊയ്കയിൽ യോഹന്നാൻ. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ അല്ലേ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ അല്ലെങ്കിൽ ആറാട്ടുപുഴ വേലായുധ ശേഖവർ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഒരു പ്രധാനപ്പെട്ട സമരമാണ് മൂക്കുത്തി സമരം. മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം പോലെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തു വെക്കണം, കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി കൂടിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഫസ്റ്റ് മാർട്ടിയർ ഓഫ് കേരള റിനൈസൻസ്. കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി കൂടിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതേപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരനായ ഇദ്ദേഹം കഥകളി യോഗം സംഘടിപ്പിച്ചു. കല്യാശ്ശേരി കഥകളി യോഗം അത് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്, ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ആ കാര്യം കൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു എലിമിനേഷൻ
എലിമിനേഷൻ നടത്താം. നമ്മൾ ആ എലിമിനേഷൻ നടത്തി 2 ഓപ്ഷനുകൾ നമ്മൾ വെട്ടിക്കളഞ്ഞു. അതായത് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ എലിമിനേഷൻ ടെക്നിക്കും നിങ്ങൾ യൂസ് ചെയ്യണം. എത്തരത്തിൽ എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചപ്പോഴും ക്ലാസ്സിൽ ചോദ്യങ്ങൾ പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ 2 ഓപ്ഷൻ വെട്ടിക്കളഞ്ഞു. ഇനിയും അടുത്തത് കല്ലുമാല സമരം. കല്ലുമാല സമരം അയ്യങ്കാളിയാണോ? അതെ, അയ്യങ്കാളി തന്നെയാണ്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് ലഹള, ആ പെരുന്നാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാ? അയ്യങ്കാളിയാണ്. 1915 അയ്യങ്കാളി കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത്. അയ്യങ്കാളിയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് കല്ലുമാല സമരം, അതേപോലെ തന്നെ വില്ലുവണ്ടി സമരം പ്രധാനമായിട്ടും 1893 കാലയളവിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാരാ? അത് അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാരാ? അത് അയ്യങ്കാളിയാണ്. സോ അയ്യങ്കാളി എന്തുകൊണ്ട് വില്ലുവണ്ടി സമരം നടത്തി? പണ്ട് പ്രധാനമായിട്ടും രാജപാതകൾ കേന്ദ്രീകരിച്ചിട്ട് പ്രധാനമായും ഈ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെങ്ങാനൂര് മുതൽ പ്രധാനമായിട്ടും കവടിയാറ് വരെ ആ ഒരു മേഖലയിൽ ഇദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തി. അതായത് ഒരു സവർണ ജാതിക്കാരനെ പോലെ വേഷമിട്ടുകൊണ്ട് വില്ലുവണ്ടിയിൽ ഇദ്ദേഹം യാത്ര നടത്തി. ഇദ്ദേഹത്തെ എതിർക്കാനായിട്ട് വന്ന സവർണ വിഭാഗക്കാരെ ഇദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചാക്രമിച്ചിട്ട് ഇദ്ദേഹം ആ ഒരു വില്ലുവണ്ടി യാത്ര നടത്തി. അതാണ് വില്ലുവണ്ടി സമരം. ദെൻ 1915 തന്നെ ഇദ്ദേഹം നേതൃത്വം നൽകിയ ഒരു പ്രധാനപ്പെട്ട ലഹളയാണ് ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. എന്താണ് ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള? അതായത് പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിക്ക് ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിന് എതിരെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിനെ സവർണ വിഭാഗക്കാർ എതിർത്തതിനെതിരെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരമായിരുന്നു ഊരൂട്ടമ്പലം സമരം അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നിങ്ങനെയൊക്കെ ഇത് അറിയപ്പെടുന്നു. പുലയ ലഹള എന്നും അറിയപ്പെടുന്ന ഈ ഒരു സമരത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, കണ്ടല ലഹള എന്ന പേരും അറിയപ്പെടുന്നു. സോ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. നിലവിൽ ഊരൂട്ടമ്പലം ഗവൺമെന്റ് സ്കൂൾ അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് സ്കൂൾ എന്നാണ്. ഊരൂട്ടമ്പലം സ്കൂൾ നിലവിൽ അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് സ്കൂൾ എന്നാണ് എന്നുകൂടി കണക്ട് ചെയ്ത് ഓർത്തു വെക്കണം. ഇനിയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ്, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ്, കേരളത്തിലെ ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാരാ? അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഇദ്ദേഹം അന്നത്തെ തൊഴിലാളികളോട് പണി ചെയ്യണ്ട എന്ന് ആവശ്യപ്പെടുകയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു സമരം പ്രധാനമായിട്ടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ആ ഒരു സമരം ഒരു കർഷക സമരമായിട്ട് മാറി. ആ കർഷക സമരമായിരുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ കർഷക സമരം. സോ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം വെങ്ങാനൂരായിരുന്നു. അയ്യങ്കാളിയുടെ ജന്മദേശമായ വെങ്ങാനൂരായിരുന്നു. ആ വെങ്ങാനൂരിൽ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയതും ഇദ്ദേഹം തന്നെയാണ്. സോ ഈ ഒരു പോയിന്റുകൾ കൂടി ഇവിടെ പ്രധാനമായിട്ടും ഓർത്തു വെക്കണം. ദെൻ 1912 നെടുമങ്ങാട് ചന്തലഹള, അതും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, അത് ഓർത്തു വെച്ചുകൊള്ളുക. ഇനിയും മിശ്രഭോജനം. സോ മിശ്രഭോജനം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പേര് സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ചട്ടമ്പി സ്വാമികളും മിശ്രഭോജനം എന്ന പേരിൽ മിശ്രഭോജനം തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് പ്രീവിയസ് ഇയറിൽ മിക്കപ്പോഴും ചോദ്യം വന്നിട്ടുള്ളത് മിശ്രഭോജനം, അത് പ്രധാനമായിട്ടും സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. രണ്ടാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ജോഡി ശരിയാണ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. എങ്ങനെ? കാരണം ഇവിടെ രണ്ടാമത്തത് ശരിയാണ് എന്ന് നമുക്കറിയാം. സോ അവിടെ നമ്മൾ എലിമിനേഷൻ നടത്തി. സോ അവിടെ നിന്ന് നമുക്ക് ഉത്തരം കിട്ടി, ആൻസർ ബി ആണ്. ഒട്ടും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് കിട്ടി, വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ജോഡിയും ശരിയാണ്.
മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. നമുക്കറിയാം, പ്രധാനമായിട്ടും കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമർ ആയിരുന്നു സഹോദരൻ അയ്യപ്പൻ. മാവേലി നാടുവാണിടും കാലം എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ആ സഹോദരൻ അയ്യപ്പൻ 1917 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മദേശമായ ചെറായി കേന്ദ്രീകരിച്ചിട്ട് ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടനയുണ്ട്. അതാണ് സഹോദര സംഘം എന്ന് പറയപ്പെടും. അങ്ങനെയാണ് സഹോദരൻ അയ്യപ്പൻ. സോ സഹോദരൻ അയ്യപ്പൻ പ്രധാനമായിട്ടും 1917 സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒന്നാണ് മിശ്രഭോജനം. 1917 മിശ്രഭോജനം. ആ ഒരു പോയിന്റും കൂടി അറിഞ്ഞ് വെച്ചുകൊള്ളുക. ഇനിയും ചാന്നാർ അജിറ്റേഷൻ, പൊയ്കയിൽ അപ്പച്ചനാണോ, പൊയ്കയിൽ യോഹന്നാനാണോ? അല്ല. ചാന്നാർ അജിറ്റേഷൻ എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ചാന്നാർ സമരം നടക്കുന്നത്. ഒന്ന് 1822, പിന്നീട് 1859. പ്രധാനമായിട്ടും ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത് 1859. അവിടെ പ്രധാനമായിട്ടും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തിയ ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനമൊക്കെ തന്നെ നമുക്കറിയാം. സോ ഇവിടെ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ചാന്നാർ അജിറ്റേഷനുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ്. ചാന്നാർ അജിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട സാമൂഹ്യ പരിഷ്കർത്താവ് അത് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ അജിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. പ്രധാനമായിട്ടും 1822 കാലഘട്ടത്തിൽ ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി പോരാട്ടം നടത്തിയപ്പോൾ അവർക്ക് പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലെ ആദ്യ വ്യക്തി, അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെയാൾ എന്നൊക്കെ വിശേഷണമുള്ള വൈകുണ്ഠസ്വാമികളായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു ചാന്നാർ അജിറ്റേഷന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സോ ഇവിടെ 4ാമത് നൽകിയിരിക്കുന്ന ജോഡി തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റായി എന്നതും കൂടി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ പോയിന്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. സോ ചാന്നാർ അജിറ്റേഷൻ നമ്മൾ പറഞ്ഞു. ചാന്നാർ അജിറ്റേഷനുമായി ബന്ധപ്പെട്ട്, ചാന്നാർ സമരവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടൊരു പ്രഖ്യാപനം 1859 ജൂലൈ മാസം 26-ാം തീയതി അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിപ്പിക്കുന്നു. എന്താണ്? ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട്, അതായത് നായർ സ്ത്രീകളെ പോലെ അല്ല എങ്കിൽ പോലും മാറുമറയ്ക്കുവാനുള്ള അവകാശം ചാന്നാർ അല്ലെങ്കിൽ നാടാർ വിഭാഗം സ്ത്രീകൾക്ക് നൽകി. ചാന്നാർ നാടാറൊക്കെ ഒരേ വിഭാഗം ആളുകളാണ്. പിൽക്കാലഘട്ടത്തിൽ ചാന്നാർ വിഭാഗത്തിന് മദ്രാസ് ഗവൺമെന്റ് തന്നെ ചാർത്തി കൊടുത്ത പേരാണ് നാടാർ വിഭാഗം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചാന്നാർ വിഭാഗം സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം ലഭിച്ച വിളംബരം 1859 ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണം. പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച ഒരു പോയിന്റ് കൂടിയാണ്. ഈ ചാന്നാർ സമരവുമായി ബന്ധപ്പെട്ട് ചാന്നാറിലെ മാറുമറയ്ക്കുവാനുള്ള അവകാശം നൽകിയതുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ പ്രധാനമായിട്ടും 2 മദ്രാസിലെ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പേര് കൂടി ഓർത്തു വെക്കണം. സോ അവിടെ പ്രധാനമായിട്ടും ചാന്നാർ വിളംബരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 മദ്രാസ് ഗവർണർമാരുടെ പേരുകൾ കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിൽ ഒന്നാമത്തെ വ്യക്തി ലോർഡ് ഹാരിസ് ആണ്. ഒന്നാമത്തെ വ്യക്തി ആരാ? ലോർഡ് ഹാരിസ് ആണ് ഒന്നാമത്തെ വ്യക്തി. സോ പ്രധാനമായിട്ടും സെക്കൻഡ് ഫേസിൽ ചാന്നാർ ലഹള നടന്ന കാലയളവിൽ ഇദ്ദേഹമായിരുന്നു മദ്രാസ് ഗവർണർ. ആ ചാന്നാർ സമരവുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുകയും ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അനുവാദം നൽകണം എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തിയും അത് പ്രധാനമായിട്ടും ലോർഡ് ഹാരിസ് ആണ്. എന്നാൽ ഈ ഒരു റിപ്പോർട്ട് അന്നത്തെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഗവൺമെന്റിന് കൈമാറിയപ്പോൾ
അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിക്ക് ഈ ഒരു റിപ്പോർട്ട് കൈമാറിയപ്പോൾ, അല്ലെങ്കിൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ അനുവാദം നൽകണം എന്ന രീതിയിലൊരു റിപ്പോർട്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിക്ക് നൽകിയത് മറ്റൊരു ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ചാൾസ് ട്രവേലിയൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ചാൾസ് ട്രവേലിയൻ. സോ ഇവിടെ ഈ രണ്ടു പേരുടെയും പേരുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചാൾസ് ട്രവേലിയൻ്റെയും ലോർഡ് ഹാരിസിൻ്റെയും പേര്. നമുക്ക് PSC ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു പരീക്ഷയിൽ വന്നത് പ്രധാനമായിട്ടും ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കാൻ നിർദ്ദേശം നൽകിയ മദ്രാസ് ഗവർണർ ചാൾസ് ട്രവേലിയൻ എന്നുള്ള രീതിയിലാണ്. അവിടെ ചാൾസ് ട്രവേലിയൻ്റെ പേര് വന്നാലും ലോർഡ് ഹാരിസിൻ്റെ പേര് വന്നാലും ശരി തന്നെയാണ്. രണ്ടു പേരുടെയും പേരുകൾ വന്നാലും ശരി തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്, അവരുടെ പേരുകൾ കൂടി അറിഞ്ഞു വെക്കണം. സോ ഇതാണ് ഇവിടെ നമ്മൾ തരുന്ന പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാ? ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നമുക്ക് കൺഫ്യൂഷൻ അടുപ്പിച്ച് ചിലരെയെങ്കിലും കൺഫ്യൂഷൻ അടുപ്പിച്ചതും വളരെ വ്യത്യസ്തമായ രീതിയിൽ കേരള ഹിസ്റ്ററി ഭാഗത്തു നിന്നും PSC ചോദിച്ച ഒരു ചോദ്യമാണ്. എസ്റ്റാഡോ ദ ഇന്ത്യ is popularly known as. എസ്റ്റാഡോ ദ ഇന്ത്യ is popularly known as. അതേതാണ്? അത് പ്രധാനമായിട്ടും പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എസ്റ്റാഡോ ദ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്, നോട്ട് ചെയ്ത് വെക്കണം. എസ്റ്റാഡോ ദ ഇന്ത്യ എന്നുള്ളത് എന്താണ്? അത് പ്രധാനമായിട്ടും പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ, കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ആ പോർച്ചുഗീസുകാര് ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധത്തിന് ഒരു കമ്പനി ആരംഭിക്കുന്നത് പിൽക്കാലഘട്ടത്തിലാണ്. ആ ഒരു കമ്പനിയാണ് എസ്റ്റാഡോ ദ ഇന്ത്യ. അപ്പോൾ അത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. ഇനിയും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പണ്ടാരപ്പാട്ടം വിളംബരം, പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ വാസ് റിലേറ്റഡ് ടു ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്, ടെമ്പിൾ എൻട്രി, ലാൻഡ് റിഫോംസ്, വിമൻസ് റൈറ്റ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ആദ്യം നമ്മളൊന്ന് നോക്കാം, എന്താണ് പണ്ടാരം പാട്ടം വിളംബരം? ആക്ച്വലി പണ്ടാരം പാട്ടം വിളംബരം എന്നാണ്. സോ എന്താണ് പണ്ടാരം? എന്താണ് പണ്ടാരം? സോ പണ്ടാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ തിരുവിതാംകൂറിൽ പ്രധാനമായിട്ടും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോൾ അവിടെ ഭൂമിയെ മല്ലൻ ശങ്കരൻ കണ്ടെഴുത്ത് നടത്തി 4ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. കണ്ടെഴുത്ത് എന്താണ്? ലാൻഡ് സർവേ ആണ്. അപ്പോൾ ലാൻഡ് സർവേ നടത്തി 4ആയിട്ട് തരംതിരിച്ചു. എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം. ദേവസ്വം എന്ന് പറയുന്നത് ക്ഷേത്രം വക ഭൂമി, ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരുടെ കൈവശമുള്ള ഭൂമി, ദാനം എന്ന് പറയപ്പെടുന്നത് ആർക്കും പ്രത്യേകിച്ച് അവകാശമില്ലാത്ത ഭൂമി, ദെൻ പണ്ടാരം വക ഭൂമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സർക്കാർ വക ഭൂമിയാണ്. സർക്കാർ വക ഭൂമി അല്ല എങ്കിൽ ഗവൺമെന്റ് ഓൺഡ് പ്രോപ്പർട്ടി. ആ ഒരു ഗവൺമെന്റ് ഓൺഡ് പ്രോപ്പർട്ടി പ്രധാനമായിട്ടും 1865 കാലഘട്ടത്തിൽ അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആര്? അത് ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാളാണ്. ഈ ആയില്യം തിരുനാള് അവിടെ ചരിത്രപരമായിട്ട് ഒരു വിളംബരം നടത്തുകയാണ്. അതായത് അത്രയും കാലം ഈ സർക്കാർ വക ഭൂമി, പ്രധാനമായിട്ടും സർക്കാരിൻ്റെ കൈവശമുള്ള കുറച്ച് ഭൂമി സർക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സർക്കാർ അത് കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുക്കും. പാട്ടത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റെന്റിന് കൊടുക്കും. അപ്പോൾ ആ ഒരു പാട്ടത്തിന് കൊടുക്കുന്ന പാട്ടഭൂമിയിൽ കൃഷിക്കാരൻ കൃഷി ചെയ്യും. അതിൻ്റെ ഒരു വിഹിതം ഗവൺമെന്റിന് കൊടുത്തിട്ട് ബാക്കി വിഹിതം കർഷകനെടുക്കും. ഇങ്ങനെയായിരുന്നു അവിടെ പൊക്കോണ്ടിരുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിൽ ആയില്യം തിരുനാൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 1867 ചരിത്രപരമായിട്ടുള്ള ഒരു വിളംബരം നടത്തി. എന്താണ് ആ വിളംബരം എന്ന് ചോദിച്ചാൽ, പണ്ടാരം വക ഭൂമിയിൽ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തിരുന്ന കർഷകന് കൃഷിഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ പണ്ടാരം വക ഭൂമിയിൽ വർഷങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് ആ ഭൂമി അവർക്ക് നൽകുകയുണ്ടായി.
ഇതാണ് പണ്ടാരം പാട്ടം വിളംബരം. പണ്ടാരം വക ഭൂമിയിൽ പാട്ടം കൃഷി നടത്തിയിരുന്നവരുമായി ബന്ധപ്പെട്ട വിളംബരം പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ പണ്ടാരം പാട്ട വിളംബരം. അത് പ്രധാനമായിട്ടും പണ്ടാരം പാട്ടം വിളംബരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പറഞ്ഞു അത് പണ്ടാരം പാട്ട വിളംബരം എന്നായി. 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്താണ് എന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓർത്തു വെക്കാം, ഇറ്റ് റിലേറ്റഡ് വിത്ത് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തിരുവിതാംകൂർ കാലഘട്ടത്തിൽ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ആയില്യം തിരുനാളാണ്. അതാരാണ്? അത് ആയില്യം തിരുനാളാണ്. അതേപോലെ തന്നെ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിളംബരം കൂടി നമ്മൾ ഓർത്തു വെക്കണം. അത് 1867 ജന്മികുടിയാൻ വിളംബരമാണ്. എന്താണ്? 1867 ജന്മികുടിയാൻ വിളംബരം കൂടിയാണ്. അപ്പൊ എന്താണ് ജന്മികുടിയാൻ വിളംബരം? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ? കാരണം പണ്ടാരം പാട്ടം വിളംബരം പേരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി. ജന്മികുടിയാൻ വിളംബരവും പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. ജന്മിമാരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കുടിയാന്മാരെ ആ ഭൂമി അവർക്ക് പതിച്ചു കൊടുത്തു, ആ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി. ഇതാണ് ജന്മികുടിയാൻ വിളംബരം 1867. അതും ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടം. അതും ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇനിയും ഈ ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ ഓർത്തു വെക്കണം. അതും ചരിത്രപരമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കുരുമുളകിനും അതേപോലെ തന്നെ പുകയിലയ്ക്കും ഉണ്ടായിരുന്ന സർക്കാർ കുത്തക അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവസാനിപ്പിച്ചത്. അതായത് കുരുമുളക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പുകയില ആയിക്കോട്ടെ, അതൊക്കെ തന്നെ സർക്കാരിന് മാത്രമേ വിതരണം ചെയ്യാവൂ, അല്ലെങ്കിൽ സർക്കാരിന് മാത്രമേ വിൽക്കാവൂ എന്നൊരു വ്യവസ്ഥ പണ്ട് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു. അത് റദ്ദ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ റദ്ദ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ വിളംബരം നടത്തിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം, ആയില്യം തിരുനാൾ. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഇവിടെ കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്തു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് അത് ഓപ്ഷൻ സി ആണ്, ലാൻഡ് റിഫോംസ്. ഇനിയും അടുത്ത ചോദ്യം ഇതാണ്, ദ ലിബറേഷൻ സ്ട്രഗിൾ ഇൻ കേരള വാസ് റെസ്പോൺസ് ടു. അതായത് ഈ ഒരു മേഖല, അതായത് നമ്മൾ ഇവിടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങൾ ഇനി പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്ക് 1956 ശേഷമുള്ള കേരള ചരിത്രം. 1956 ശേഷമുള്ള കേരള ചരിത്രം, ആ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം പറയുന്നതോടൊപ്പം തന്നെ ഒരു ടോപ്പിക്ക് കൂടി പറയാം, നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു ടോപ്പിക്ക് കൂടി പറഞ്ഞു തരാം. അടുത്ത ഫേസുകളിൽ 2 ഫേസിൽ ഒരു ഫേസിലെങ്കിലും നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യമെങ്കിലും വരും. ഈ ഒരു ഭാഗത്ത് വന്നില്ല എങ്കിൽ പോലും അടുത്ത ഫേസിൽ വരും. അതാണ് ഐക്യ കേരള പ്രസ്ഥാനം. നോക്കി പഠിച്ചു കൊള്ളുക. കാരണം ഐക്യ കേരള പ്രസ്ഥാനത്തിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും വന്നിരിക്കും, ഐക്യ കേരള പ്രസ്ഥാനം. അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനം പഠിച്ചു കൊള്ളണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു പഠിക്കാനുള്ളൊരു ടോപ്പിക് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരികയാണ്. അതിനോടൊപ്പം ഇവിടെ 1956 ശേഷമുള്ള കേരള ചരിത്രം എന്ന ഭാഗവും കൂടി പഠിച്ചിരിക്കണം. സോ ഇവിടെ നമുക്ക് നോക്കാം, ദ ലിബറേഷൻ സ്ട്രഗിൾ ഇൻ കേരള. സോ ലിബറേഷൻ സ്ട്രഗിൾ എന്താണ്? വിമോചന സമരം. വിമോചന സമരം. സോ നമുക്കറിയാം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരള നിയമസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമായിട്ടും അവിടെ ഭരണം നടത്തിയത് മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ തന്നെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആ EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ, ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ്, എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. നമുക്ക് അദ്ദേഹത്തിന്റെ പേരറിയാം അല്ലെ? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്.
ദെൻ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ, കേരള നിയമസഭാ ചരിത്രത്തിലെ തന്നെ ആദ്യ വനിതാ മന്ത്രി. കേരളത്തിന്റെ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിട്ടിരുന്ന വനിത. അതേപോലെ തന്നെ കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിട്ട് സേവനമനുഷ്ഠിച്ച വനിതാ അംഗം. ഇതൊക്കെ KR ഗൗരിയമ്മയാണ്. അപ്പോൾ ആ KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തത്. ഇവിടെ ഈ രണ്ട് വകുപ്പുകൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ രണ്ട് വകുപ്പുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ രണ്ട് മന്ത്രിമാരും രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിച്ചു. ഒന്ന് എഡ്യൂക്കേഷൻ ബില്ല്, അത് ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്നു. പ്രധാനമായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിദ്യാഭ്യാസ ബില്ല് അദ്ദേഹം അവതരിപ്പിച്ചത്. ദെൻ കർഷക ബദ്ധ ബില്ല് എന്ന പേരിൽ റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ പ്രധാനമായിട്ടും ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ബില്ല് കൂടി അവതരിപ്പിക്കപ്പെട്ടു. സോ ഈ ഒരു ബില്ല് അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുകയും ഒന്നാം EMS മന്ത്രിസഭയ്ക്കെതിരെ ഈ ബില്ലുകളെ തുടർന്ന് അല്ലെങ്കിൽ ഈ ബില്ലുകൾക്കെതിരായിട്ട് ഒന്നാം EMS മന്ത്രിസഭയ്ക്ക് എതിരെ ഒരു പ്രകടനം നടത്തുകയുണ്ടായി. അത്തരത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു വിമോചന സമരം അല്ലെങ്കിൽ ലിബറേഷൻ സ്ട്രഗിൾ 1959 കാലയളവിൽ. സോ ഈ ഒരു വിമോചന സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ വിമോചന സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. വിമോചന സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു വിമോചന സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കണം. അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ജീവശിഖ ജാഥ കൂടി ഓർത്തു വെക്കണം. ഈ ഒരു വിമോചന സമരത്തെ തുടർന്ന് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം ഒരു ജീവശിഖ ജാഥ കൂടി നയിക്കുകയുണ്ടായി. സോ ഈ ഒരു വിമോചന സമരത്തെ പിന്തുടർന്ന് പ്രധാനമായിട്ടും ഒരുപാട് സംഭവ വികാസങ്ങൾ കേരള ചരിത്രത്തിൽ നടക്കുന്നു. ചെറിയ തുറ വെടിവെപ്പ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നടക്കുന്നു. ആ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് അന്നത്തെ കേരള ഗവർണർ രാഷ്ട്രപതിക്ക് ഒരു റിപ്പോർട്ട് കൈമാറുകയും ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു, പ്രസിഡൻസ് റൂള് ഏർപ്പെടുത്തുകയും ചെയ്തു. സോ കേരളത്തിൽ അങ്ങനെ ഏർപ്പെടുത്തിയ പ്രസിഡൻസ് റൂള് എത്രാമത്തെ പ്രസിഡൻസ് റൂൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പ്രസിഡൻസ് റൂൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ആദ്യത്തേതോ? അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തന്നെ, കാരണം തിരുക്കൊച്ചി ഗവൺമെന്റിന്റെ പതനത്തെ തുടർന്ന് കേരളത്തിൽ ഒരു പ്രസിഡൻസ് റൂള് അന്ന് ഏർപ്പെടുത്തിയിരുന്നു. 1956 നവംബർ മാസം 1-ാം തീയതി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ കേരളം പ്രസിഡന്റ് ഭരണത്തിന് കീഴിലായിരുന്നു, രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. ആ രാഷ്ട്രപതി ഭരണം അവസാനിച്ചത് 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. അന്ന് പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഒന്നാം EMS മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ദിവസമാണ്. അന്നായിരുന്നു ഈ ഒരു ഒന്നാമത്തെ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ കേരളത്തിൽ ഏർപ്പെടുത്തിയ ഒന്നാമത്തെ രാഷ്ട്രപതി ഭരണം അവസാനിച്ചത്. പിന്നീട് കേരളത്തിൽ രണ്ടാമതൊരു രാഷ്ട്രപതി ഭരണം വരുന്നത് അത് വിമോചന സമരത്തെ തുടർന്നാണ്. ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇതാണ് 1956 ശേഷമുള്ള ചരിത്രത്തിലെ ചില വസ്തുതകൾ, പ്രധാനമായിട്ടുള്ള ചില വസ്തുതകൾ. ഇനിയും ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ ഒരു ലിബറേഷൻ സ്ട്രഗിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അത് എഡ്യൂക്കേഷണൽ ലാൻഡ് റിഫോംസിന് എതിരാണ്. ഒന്ന്, വിദ്യാഭ്യാസ ബില്ല്. 2, ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട കർഷക ബദ്ധ ബില്ല് അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് ബില്ല്, ഭൂപരിഷ്കരണ ബില്ല്. ഇതിനെതിരായിട്ടാണ് പ്രധാനമായിട്ടും ലിബറേഷൻ സ്ട്രഗിൾ അല്ലെങ്കിൽ വിമോചന സമരം അരങ്ങേറിയത്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. സോ ഇവിടെ ഈ ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനിയും ഇവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1975 ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി എന്ന് നിങ്ങൾക്കറിയാം. 1975 ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട്
കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതാണ് രാജൻ കേസ്. രാജൻ കേസ് നോട്ട് ചെയ്ത് വെക്കണേ. രാജൻ കേസ് 1975 അടിയന്തരാവസ്ഥ കാലം. ആ ഒരു സമയത്ത് കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോന്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കെ കരുണാകരൻ, ആ ഒരു സമയത്ത് പ്രധാനമായിട്ടും നടന്ന ഒരു സംഭവമാണ് രാജൻ കേസ്. രാജൻ്റെ പിതാവ്, അന്നത്തെ രാജൻ കേസുമായി ബന്ധപ്പെട്ട രാജൻ്റെ പിതാവ് അദ്ദേഹമാണ് പ്രൊഫസർ ഈശ്വര വാര്യർ. പ്രൊഫസർ ഈശ്വര വാര്യറിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്, ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഈ കൃതിയുടെ പേരും കൂടി നിങ്ങൾ അവിടെ ഓർത്തു വെക്കണം. സോ ഇതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്ട്രാ പോയിന്റ്. നമുക്ക് ചോദ്യമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ തരുന്ന ഒരു പോയിന്റ് ഇനി ഇത് ചോദ്യമായിട്ട് വരും അല്ലെങ്കിൽ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു എക്സ്ട്രാ ഫാക്ട് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇനിയും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആക്ച്വലി ഈ ഒരു ചോദ്യം നമുക്ക് പ്രധാനമായിട്ടും ഈ ആർട്ട് ലിറ്ററേച്ചർ ഭാഗത്തു നിന്നുമാണ്. പക്ഷേ കേരള ചരിത്രം പഠിക്കുമ്പോഴും ഈ ഒരു സാമൂഹ്യ മത നവോത്ഥാന നായകന്മാരെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് ഉത്തരം എഴുതേണ്ട പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് ഇത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നു. അതായത് അറേഞ്ച് ദ ഫോളോയിങ് റിനൈസൻസ് ലീഡേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ ഇയർ ഓഫ് ബർത്ത്. ഈ നവോത്ഥാന നായകന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നവോത്ഥാന നായകന്മാരുടെ ജന്മവർഷം കൂടി നമ്മൾ പഠിക്കും. അപ്പോൾ അവിടെ പലരും ഓർക്കും, ഈ ഒരു നവോത്ഥാന നായകന്മാരെ പറ്റി ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നു, ഇവരുടെ ജന്മവർഷം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് അവരുടെ ജന്മവർഷം പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിനുത്തരം നൽകാനാണ്. ഇനിയും ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾക്കൊന്ന് വർഷം അറിയണം. ഈ ഒരു ചോദ്യങ്ങൾക്ക് എപ്രകാരം, ഈ കാലഗണനാ ക്രമത്തിൽ വരുന്ന ഫാക്ടുകൾക്ക് എപ്രകാരം ഉത്തരം എഴുതണമെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഈ വർഷങ്ങൾ അറിയാവുന്നവർക്ക് വർഷം എഴുതി അറേഞ്ച് ചെയ്ത് നമുക്കവിടെ ഒരു ഉത്തരത്തിലേക്ക് എത്താം. ഇല്ല, നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടെ വർഷങ്ങൾ അറിയില്ല എങ്കിൽ ആ ചരിത്ര സംഭവങ്ങൾ നടന്ന ഓർഡറിൽ ഒന്ന് ക്രമപ്പെടുത്തുക. ആദ്യം നടന്നത് ഏതായിരിക്കാം, അവസാനം നടന്നത് ഏതായിരിക്കാം, ഇങ്ങനെ ഒരു ഓർഡർ മനസ്സിൽ വെച്ചുകൊണ്ട് എലിമിനേഷൻ നടത്തി നോക്കുക. പലപ്പോഴും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓർഡറിൽ കാര്യങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഓർഡറിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ തന്നെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഇനിയും ഇവിടെ ഒരു ഓർഡർ നമുക്ക് വേണം. പലപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ആദ്യം പഠിക്കും, പിന്നീട് ബാക്കിയുള്ളവരെ പറ്റി പഠിക്കും. അതുകൊണ്ട് ഒരു ഓർഡറിലൊന്നും അല്ല പോകുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവിടെ നിങ്ങൾക്കൊരു ധാരണയുണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം ക്ലിയർ ആക്കാം. ഈ തന്നിട്ടുള്ളവരിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുണ്ട്, വക്കം മൗലവിയുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, പൽപ്പു ഉണ്ട്. ഈ തന്നിട്ടുള്ളവരിൽ ആരായിരിക്കും ആദ്യം എന്ന് നമുക്കൊരു ഗസ് വർക്ക് നടത്താൻ സാധിക്കും. അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറായിരിക്കും. കാരണം ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റി നമ്മൾ ഇതിനു മുൻപേ 1825 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ പറയുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടമാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ടായെങ്കിൽ അവിടെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആകും. ഒന്നാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. സോ ഒന്നാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് നമുക്ക് ക്ലിയർ ആകുമ്പോൾ തന്നെ നമുക്കിവിടെ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനിയും അതിനുശേഷം ആരായിരിക്കും എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അവസാനത്തെ ആളാര് എന്നുകൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അവസാനത്തെ ആൾ തന്നിട്ടുള്ളതിൽ അവസാനത്തെ ആളാകാൻ സാധ്യത വക്കം മൗലവിയാണ്. പക്ഷെ അത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം അടുത്ത 2 ഓപ്ഷനിലും വക്കം മൗലവി തന്നെയാണ് അവസാനം നൽകിയിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു കാര്യം അറിയാം. ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഡോക്ടർ പൽപ്പുവിനെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ടൊക്കെ സഹായിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ആ ഒരു ശ്രീനാരായണ ഗുരുവാണ് ഡോക്ടർ പൽപ്പുവിനെ കുമാരനാശാൻ പ്രധാനമായിട്ടും ഈ കുമാരനാശാനെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സഹായിച്ചത്. ആ കുമാരനാശാനെ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുക്കലേക്ക് വിടുന്നതൊക്കെ പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഫാക്ട് അറിയാം. ശ്രീനാരായണ ഗുരുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സന്യാസ കാലയളവിൽ അനുഗമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഉറപ്പായിട്ടും ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം ഡോക്ടർ പൽപ്പുവിന് മുന്നേ ആയിരിക്കും. സോ അടുത്തത് വരുന്നത് പ്രധാനമായിട്ടും ചട്ടമ്പി സ്വാമികളായിരിക്കും. അതിനുശേഷമായിരിക്കും ഡോക്ടർ പൽപ്പു എന്ന ഒരു ധാരണയിൽ ചരിത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കെത്താം. ഇത് ക്ലിയറായിട്ട് ചരിത്രം പഠിച്ചവർക്കാണ് എങ്കിൽ ഇത്തരത്തിൽ വസ്തുതകളിലേക്ക് എത്താം. ഇല്ല എങ്കിൽ ഇവരുടെ
വർഷം അറിയണം, ഇയർ ഓഫ് ബർത്ത് അറിഞ്ഞിരിക്കണം. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 1, 3, 4, 2. അതായത് ആദ്യം വരുന്നത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ, അടുത്തത് ചട്ടമ്പി സ്വാമികൾ, പിന്നീട് വരുന്നത് പ്രധാനമായിട്ടും ഡോക്ടർ പൽപ്പു, ദെൻ അവസാനം പ്രധാനമായിട്ടും വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനിയും ഇവിടെ നിങ്ങൾക്ക് ഇനിയുള്ള ഫേസുകളിൽ, ഇനിയുള്ള മത്സര പരീക്ഷകൾക്ക് സഹായകമായിട്ട് ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് കേരള ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ആ ഒരു ടേബിളിലേക്കാണ് പോകുന്നത്. എന്താണ് ആ ടേബിൾ എന്ന് ചോദിച്ചാൽ ഇതാ ഇത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ആ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കിയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ആദ്യം ജനിച്ച ആള്, പിന്നീട് അടുത്ത വരുന്നത് ആളാര്, അങ്ങനെ ഒരു ഓർഡറിലാണ്, കാലഗണനാ ക്രമത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ടേബിൾ നൽകിയിരിക്കുന്നത്. 2 ടേബിളായിട്ടാണ്, അതായത് 2 സ്ലൈഡായിട്ടാണ് ഈ ടേബിൾ നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ടേബിൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ല എങ്കിൽ എഴുതി പഠിക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകൾ കൂടി, അവരുമായി റിലേറ്റ് ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട സംഘടനകൾ കൂടി വിവരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് നോക്കിപ്പോകാം. സോ അതിൽ ആദ്യ വ്യക്തി പ്രധാനമായിട്ടും കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ് ആദ്യ വ്യക്തി. 1805 അദ്ദേഹത്തിൻ്റെ ജനനം. പ്രധാനമായിട്ടും നമുക്കറിയാം 1805 ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി ഇദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം നമുക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 1805 ജനനം. ഓർഡറിലാണ് പറയുന്നത്, അതുകൊണ്ട് ഓർഡറിൽ തന്നെ ഓർത്തു വെക്കണം കേട്ടോ. ദെൻ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സഭയാണ് CMI. കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI സഭ. കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുവലേറ്റ് എന്ന CMI സഭയുടെ സ്ഥാപകൻ ഇദ്ദേഹമാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രസ് ആരംഭിച്ച കേരളീയൻ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. സെന്റ് ജോസഫ് പ്രസ്, മാതാനത്ത് ആരംഭിച്ച സെന്റ് ജോസഫ് പ്രസ്. അതേപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒന്നാണ് വാഴത്തട വിപ്ലവം. ദെൻ പള്ളിയോടൊപ്പം പള്ളിക്കൂടം പദ്ധതി ആവിഷ്കരിച്ചതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. എന്താണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം പദ്ധതി? ആ പള്ളിക്കൂടങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ആഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണ് പിടിയരി സമ്പ്രദായം. പിടിയരി സമ്പ്രദായം. അപ്പോൾ ആ പോയിന്റുകൾ കൂടി ഇവിടെ ഓർത്തു വെക്കണം. ഇനിയും അടുത്തത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ പ്രധാനമായിട്ടും നമുക്കറിയാം കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെയാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജനനം 1809 കന്യാകുമാരിയിലുള്ള സ്വാമിത്തോപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് സമത്വ സമാജം. സമത്വ സമാജം 1836 സമത്വ സമാജം ഇദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റും. എന്തൊക്കെയാണ് ആ പോയിന്റുകൾ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജനനം സ്വാമിത്തോപ്പിലാണ്. അദ്ദേഹത്തിന്റെ ജനനം സ്വാമിത്തോപ്പിലാണ്. അതേപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് സമ്പൂർണ്ണ ദേവൻ എന്നുള്ളത്. എന്താണ് സമ്പൂർണ്ണ ദേവൻ എന്നുള്ളത്? ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനിയും ഇദ്ദേഹം പ്രധാനമായിട്ടും സ്വാമിത്തോപ്പിൽ തന്നെ ആരംഭിച്ച ഒരു കിണറുണ്ട്. അതായത് താഴ്ന്ന ജാതിക്കാർക്കും ഉയർന്ന ജാതിക്കാർക്കും ഒരുപോലെ വെള്ളമെടുക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം ആരംഭിച്ച കിണറാണ് മുതിരിക്കിണർ അല്ലെങ്കിൽ മുന്തിരിക്കിണർ. സ്വാമിത്തോപ്പിൽ ആരംഭിച്ച കിണറായതുകൊണ്ട് തന്നെ അതിനെ സ്വാമി കിണർ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അതും നമുക്ക് അവിടെ ഓർത്തു വെക്കാം. ഇനിയും ഇദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും സ്വാതി തിരുനാളിൻ്റെ സമകാലികനായിരുന്ന വ്യക്തിയായിരുന്നു. അന്നത്തെ സ്വാതി തിരുനാളിൻ്റെ ഭരണത്തെ വിമർശിച്ച വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. സ്വാതി തിരുനാളിൻ്റെ ഭരണത്തെ വിമർശിച്ച വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. അന്ന് ഇദ്ദേഹം സ്വാതി തിരുനാളിൻ്റെ ഭരണത്തെ കരിനീച ഭരണം, തിരുവിതാംകൂറിൻ്റെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്നും വിശേഷിപ്പിച്ചു. വൈകുണ്ഠസ്വാമികളാണ് സ്വാതി തിരുനാളിനെ അനന്തപുരിയുടെ നീചൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു പോയിന്റും കൂടി അവിടെ നമ്മൾ ഓർത്തു വെക്കണം. ഇനിയും
വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്നുള്ളത്. അയ്യാവഴി മതം വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു പോയിന്റും കൂടി അവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കണം. ഇനിയും അയ്യാവഴി മതത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് അഖിലത്തിരുട്ട് അമ്മനൈ. അഖിലത്തിരുട്ട് അമ്മനൈ. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇനിയും അടുത്ത വ്യക്തിയാണ് തൈക്കാടയ്യ. 1814 തൈക്കാടയ്യയുടെ ജനനം. അപ്പോൾ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡറിലാക്കിയിട്ടാണ് പറയുന്നത്. തൈക്കാടയ്യയുടെ ജനനം 1814. തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ടായിരുന്ന വ്യക്തിയായിരുന്നു തൈക്കാടയ്യ. സോ തൈക്കാടയ്യ പ്രധാനമായും ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ പോലെയുള്ള വ്യക്തികളുടെ ഗുരുവായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഗുരൂസ് ഓഫ് ഗുരു അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ്. അതേപോലെ തൈക്കാടയ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. തൈക്കാടയ്യ ശ്രീനാരായണ ഗുരുവിനും ഒക്കെ അഭ്യസിപ്പിച്ചു നൽകിയത് ഹഠയോഗ വിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഹഠയോഗോപദേഷ്ട എന്ന പേരിലും തൈക്കാടയ്യ അറിയപ്പെടുന്നു. ഹഠയോഗോപദേഷ്ട എന്ന പേരിലും തൈക്കാടയ്യ അറിയപ്പെടുന്നു. അപ്പോൾ ഗുരുക്കന്മാരുടെ ഗുരു, ഹഠയോഗോപദേഷ്ട എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് തൈക്കാടയ്യ. ഈ തൈക്കാടയ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട സംഘടനയാണ് ശൈവപ്രകാശ സഭ. പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ ചാല കേന്ദ്രീകരിച്ചിട്ട് മനോന്മനീയം സുന്ദരൻ പിള്ളയുമായി ചേർന്നുകൊണ്ട് തൈക്കാടയ്യ ആരംഭിച്ച സംഘടനയായിരുന്നു ഈ പറയുന്ന ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന രീതിയിൽ നമുക്ക് മുൻവർഷങ്ങളിൽ ചോദ്യം വന്നു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കണം, അത് പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ ചാലയിലാണ്. ഇനിയും അടുത്ത പ്രധാനപ്പെട്ട വ്യക്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 1825 ഇദ്ദേഹത്തിൻ്റെ ജനനം. പ്രധാനമായിട്ട് നമുക്കറിയാം കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി. ഞാനിവിടെ ആദ്യ രക്തസാക്ഷി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. എവിടുത്തെ രക്തസാക്ഷി എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, കേരള നവോത്ഥാനത്തിലെ. അതുകൂടാതെ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റിയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ. മുക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം, ഇതൊക്കെ ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ജനനം 1852 ജനനം 1852 ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പോയിന്റാണ് ആനന്ദ മതം എന്നുള്ളത്. അതേപോലെ തന്നെ ആനന്ദ മഹാസഭ. അദ്ദേഹം ആനന്ദ മതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ആനന്ദമത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 1918 ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സംഘടനയാണ് ആനന്ദ മഹാസഭ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മോക്ഷപ്രദീപം അല്ലെ. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാര? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ ഖണ്ഡിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ആ മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ആ ചട്ടമ്പി സ്വാമികളാണ് നമ്മുടെ ഓർഡറിൽ അടുത്ത് വരുന്നയാള്. ചട്ടമ്പി സ്വാമികൾ ജനന വർഷം 1853. 1853 ചട്ടമ്പി സ്വാമികളുടെ ജനനം എന്ന് പറയപ്പെടുന്നത്. സോ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരുപാട് കൃതികളുണ്ട്. പ്രാചീന മലയാളം, ആദിഭാഷ, ക്രിസ്തുമത ഛേദനം, ഇതേപോലെ ഒരുപാട് കൃതികളുണ്ട്. ആ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അതിനെ പറ്റിയിട്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും അടുത്തത് ശ്രീനാരായണ ഗുരു. ഓർഡറിൽ വരുമ്പോൾ ചട്ടമ്പി സ്വാമികൾക്കും ശേഷമാണ്, ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഗണന ക്രമപ്പെടുത്തുമ്പോൾ ചട്ടമ്പി സ്വാമികൾക്കും ശേഷമാണ് ശ്രീനാരായണ ഗുരു വരുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ജനനം. അദ്ദേഹം ജനിച്ചത് 1856 1856 ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. ഈ ശ്രീനാരായണ ഗുരു പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ച സംഘടനയാണ് SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അല്ലെങ്കിൽ SNDP യോഗം. 1903 മെയ് മാസം 15 SNDP യോഗം ആരംഭം കുറിച്ചത്.
ഇവിടെ SNDP എന്ന സംഘടന ഈഴവരുടെ ഉന്നമനത്തിനു വേണ്ടി ആരംഭം കുറിച്ചതാണ്. ആ SNDP എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആശയം, SNDP എന്ന സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയം, അത് പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരുവിന് നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവിന് അത്തരത്തിലൊരാശയം നൽകിയത് സ്വാമി വിവേകാനന്ദനാണ്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണ്. ആ സ്വാമി വിവേകാനന്ദൻ പ്രധാനമായിട്ടും ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും കൂട്ടിച്ചേർക്കുന്ന ഖണ്ണി എന്നാണ് പ്രധാനമായും ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് പോയിന്റുകൾ നമ്മൾ അറിഞ്ഞു വെക്കണം, സമയപരിമിതി മൂലം പറയുന്നില്ല. പ്രധാനമായിട്ടും SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? വാവൂട്ട് യോഗം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയുണ്ട്, ശ്രീനാരായണ ഗുരു നടത്തുന്നതാണ്. ആ അരുവിപ്പുറം ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് സൗജന്യമായിട്ട് ഫുഡ് നൽകാൻ വേണ്ടി ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് വാവൂട്ട് യോഗം. ആ വാവൂട്ട് യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗമായിട്ട് മാറുന്നത്. ആ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൻ്റെ മീറ്റിങ്ങിലാണ് ഇത്തരത്തിൽ SNDP രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും SNDP എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ മുൻഗാമി അത് വാവൂട്ട് യോഗമാണ്, അല്ലെങ്കിൽ അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. സോ ഇതാണ് ഒരു സെറ്റ് ഓഫ് ടേബിൾ. ഓർത്തു വെക്കണം, ഒരു സെറ്റേ ആയിട്ടുള്ളൂ. അടുത്ത സെറ്റിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളെ നമ്മൾ ഉടനെ തന്നെ പഠിക്കും. ഇത് ഓർഡറിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെച്ചോളുക. അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങൾ, അടുത്ത പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരുടെ ജനനം, സംഘടനകൾ പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. അയ്യങ്കാളിയാണ് അടുത്ത വ്യക്തി. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ ജനനം. ഇവിടെ കൃത്യമായ അയ്യങ്കാളിയുടെ ഡേറ്റ് പറഞ്ഞത് ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 1863 തന്നെ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവ് വരുന്നുണ്ട്. അത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ ജനനം 1863 തന്നെയാണ്, പക്ഷേ മാസങ്ങളുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ 1863 നവംബർ 2 ഡോക്ടർ പൽപ്പുവിൻ്റെ ജനനം. ഇനിയും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സംഘടനയാണ് സാധുജന പരിപാലന സംഘം. 1907 SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ഇനിയും ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ട ഡേറ്റ് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജനനം പറഞ്ഞു. 1896 ഇദ്ദേഹം ആരംഭിച്ച സംഘടനയാണ്, തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഇദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഈഴവ മഹാസഭ, അല്ലെങ്കിൽ ദ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. ഈഴവ മഹാസഭ അല്ലെങ്കിൽ ദ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. ഈ ഈഴവ മഹാസഭയുടെ നേതൃത്വത്തിലാണ്, ഡോക്ടർ പൽപ്പുവിൻ്റെയും ഈഴവ മഹാസഭയുടെയും നേതൃത്വത്തിലാണ് 1896 അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന് ഈഴവ ജനവിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് ഈഴവ മെമ്മോറിയൽ, ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഈഴവ മെമ്മോറിയൽ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. വർഷം 1896. ദെൻ അടുത്തത് കുമാരനാശാനാണ്. 1873 കുമാരനാശാന്റെ ജനനം. കായിക്കരയിലാണ് കുമാരനാശാന്റെ ജനനം. ദെൻ മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ അദ്ദേഹം ജനിച്ചത് 1878. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനയാണ് NSS, നായർ സർവീസ് സൊസൈറ്റി. 1914 ഒക്ടോബർ മാസം 31 മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി ആരംഭിക്കുന്നത്. ദെൻ പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ, കുമാര ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ 1879 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നോട്ട് ചെയ്ത് വെക്കണം, PRDSന്റെ ഫുൾ ഫോം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സോ PRDS ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ് 1909. അതായത് ആദ്യം ഇദ്ദേഹവും കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെയും ഇദ്ദേഹത്തിനും കുടുംബത്തിനും, കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യൻസിന് വലിയ രീതിയിൽ വിവേചനം നേരിടേണ്ടി വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1909 ഇദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നു. അങ്ങനെ 1909 ഇദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് PRDS. ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ തന്നെ. അവിടെ പ്രധാനമായിട്ടും ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ആദിയാർ ജനത. ആദിയാർ ജനത, അതായത്
ക്രിസ്ത്യനോ ഹിന്ദുവോ അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്, അല്ലെങ്കിൽ ഈ പൊയ്കയിൽ അപ്പച്ചനാണ്. അപ്പോൾ അവരെ പ്രധാനമായിട്ടും അറിയപ്പെട്ടിരുന്നത് ആദിയാർ ജനത എന്നാണ്. ഈ PRDSന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. കണക്ട് ചെയ്ത് വെക്കണം, ആദിയാർ ദീപം. ദെൻ അടുത്തത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇവിടെയും കൃത്യമായ ഡേറ്റ് പറയുന്നു, കാരണം 1885 പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. 1885 തന്നെ മറ്റ് 2 സാമൂഹ്യ പരിഷ്കർത്താക്കൾ കൂടിയുണ്ട്. അതുകൊണ്ട് 1885 പ്രധാനമായിട്ടും ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ ഓർക്കണം. മെയ് 24 പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ KPMS ആരംഭിച്ചത് ഇദ്ദേഹമാണ്. കൊച്ചിൻ പുലയ മഹാസഭ 1913 കൃഷ്ണാദി ആശാനും കൂടി ചേർന്നുകൊണ്ട് കൊച്ചിൻ പുലയ മഹാസഭ ആരംഭിച്ചു. ഇദ്ദേഹവും കൃഷ്ണാദി ആശാനും കൂടി ചേർന്നുകൊണ്ട് കൊച്ചിൻ പുലയ മഹാസഭ ആരംഭിച്ചു. അപ്പോൾ അത് ഇദ്ദേഹമാണ്. KPMS കൊച്ചിൻ പുലയ മഹാസഭ, വർഷം 1913. ഈ KPMSന്റെ സമ്മേളനം അവിടെ പ്രധാനമായിട്ടും കൊച്ചി രാജാവ് ആ ഒരു സമ്മേളനത്തിന് അനുമതി നൽകാത്തപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വേമ്പനാട്ട് കായലിൽ KPMSന്റെ സമ്മേളനം 1913 നടത്തി. അപ്പോൾ 1913 വാലന്റൈൻസ് ദിനത്തിന്റെ അന്നാണ്. പഠിക്കാൻ എന്ത് എളുപ്പമല്ലേ? ഫെബ്രുവരി 14 1913 ഫെബ്രുവരി മാസം 14-ാം തീയതി ആ ഒരു സമ്മേളനം വേമ്പനാട്ട് കായലിൽ വെച്ച് നടക്കുന്നു. അതായിരുന്നു കായൽ സമ്മേളനം, ചരിത്രപരമായിട്ടുള്ള കായൽ സമ്മേളനം. ഇനിയും അടുത്തത് വാഗ്ഭടാനന്ദൻ. 1885 തന്നെ ജനിച്ച മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ദെൻ 1885 ഏപ്രിൽ 27 അദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ. അങ്ങനെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് VK ഗുരുക്കൾ. അപ്പൊ എന്താണ് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. VK ഗുരുക്കൾ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഈ വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ഇദ്ദേഹത്തിന്റെ ഗുരുവാണ്. ഇദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് VK ഗുരുക്കളുടെ അല്ലെങ്കിൽ വാഗ്ഭടാനന്ദന്റെ ഗുരു. അദ്ദേഹമാണ് വാഗ്ഭടാനന്ദൻ എന്ന പേര് വയലേരി കുഞ്ഞിക്കണ്ണന് നൽകിയത്. അപ്പോൾ ജനനം 1885 ഏപ്രിൽ 27. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന പ്രീവിയസ് ഇയറിൽ നമുക്ക് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുള്ള ഒരു സംഘടനയാണ് ആത്മവിദ്യാസംഘം. 1917 ആരംഭം കുറിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. നോട്ട് ചെയ്ത് വെക്കണം. ഇനിയും TK മാധവൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്നൊക്കെയുള്ള വിശേഷണമുള്ള, ഐത്തോച്ചാടന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്നൊക്കെ വിശേഷണമുള്ള TK മാധവൻ 1885 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം വരുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റാണ് കാക്കിനട സമ്മേളനം. കാക്കിനട സമ്മേളനത്തിൽ കാക്കിനട റെസല്യൂഷൻ അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. ആ ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തിരുനെൽവേലിയിൽ പോയി സന്ദർശിച്ച കേരളത്തിൽ നിന്നുമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് TK മാധവനാണ്. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു TK മാധവൻ. അപ്പോൾ ആ TK മാധവനുമായി ബന്ധപ്പെട്ട ആ ഒരു പോയിന്റും കൂടി അറിഞ്ഞു വെക്കണം. ദെൻ സഹോദരൻ അയ്യപ്പനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. 1889 സഹോദരൻ അയ്യപ്പന്റെ ജനനം. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട സംഘടനയാണ് സഹോദര സംഘം എന്ന് പറയപ്പെടുന്നത്. 1917 സഹോദര സംഘം ആരംഭം കുറിക്കുന്നത്. 1917 അന്ന് തന്നെ നടത്തിയ മിശ്രഭോജനത്തെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇനിയും VT ഭട്ടതിരിപ്പാട് 1896 VT ഭട്ടതിരിപ്പാടിന്റെ ജനനം. 1896 VT ഭട്ടതിരിപ്പാടിന്റെ ജനനം. ആ VT ഭട്ടതിരിപ്പാടാണ് പ്രധാനമായിട്ടും VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട സംഘടന, VT ഭട്ടതിരിപ്പാട് അംഗമായ പ്രധാനപ്പെട്ട സംഘടന അതാണ് യോഗക്ഷേമ സഭ. നമ്പൂതിരി വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭം കുറിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ. ഇദ്ദേഹം യോഗക്ഷേമ സഭയിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനല്ല, അദ്ദേഹം ഒരു അംഗമായിരുന്നു. ഇനിയും യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗമായിട്ടുള്ള നമ്പൂതിരി യുവജന സംഘം, ആ നമ്പൂതിരി യുവജന സംഘത്തിന് നേതൃത്വം
നേതൃത്വം നൽകിയത് പ്രധാനമായിട്ടും VT ഭട്ടതിരിപ്പാടാണ്. ആ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ച നമ്പൂതിരി യുവജന സംഘം, ആ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖപത്രം ഉണ്ടായിരുന്നു, ഉണ്ണി നമ്പൂതിരി. ഓർത്തു വെക്കണം, നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി എന്നുള്ളത്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകമുണ്ട്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ആ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഈ ഉണ്ണി നമ്പൂതിരി എന്ന ആ ഒരു മാഗസിനിലൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു പബ്ലിക്കേഷനിൽ കൂടിയിട്ടാണ് പ്രധാനമായിട്ടും ആ ഒരു നാടകം പ്രസിദ്ധീകരിച്ചത് എന്നതുകൂടി ഓർക്കണം. ഇവിടെ നമ്പൂതിരി വിഭാഗവുമായി ബന്ധപ്പെട്ട്, അവരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും നാടകത്രയം 3 നാടകങ്ങൾ പഠിക്കണം. ആ 3 നാടകങ്ങളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, അത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കാണ്. അത് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അത് രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു നാടകമുണ്ട്, മറക്കുടക്കുള്ളിലെ മഹാനരകം. ഞാനിവിടെ ഒന്ന് എഴുതാം, മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നുള്ളത് പ്രധാനമായിട്ടും മറ്റൊരു നാടകത്രയങ്ങൾ നോക്കുമ്പോൾ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട നാടകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. സോ പ്രധാനമായിട്ടും ഈ നമ്പൂതിരി ജനവിഭാഗവുമായി ബന്ധപ്പെട്ട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് MR ഭട്ടതിരിപ്പാടാണ്. അതിൽ വരുന്ന മറ്റൊരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അത് VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു നാടകമാണ് ഋതുമതി. ഇവിടെയാണ് എഴുതുന്നത്, ഏറ്റവും താഴെയായിട്ടാണ് എഴുതുന്നത്, ഋതുമതി എന്നുള്ള നാടകം. ആ ഒരു നാടകം രചിച്ചത് MP ഭട്ടതിരിപ്പാടാണ്. ഓർത്തു വെക്കണം, മറക്കുടക്കുള്ളിലെ മഹാനരകം അത് MR ഭട്ടതിരിപ്പാട്, ഇവിടെ ഋതുമതി MP ഭട്ടതിരിപ്പാട്. അപ്പോൾ ഈ നാടകത്രയം എന്നറിയപ്പെടുന്ന ഈ 3 നാടകങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. നമ്പൂതിരി ജനവിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട നാടകങ്ങളാണ്. സോ ഇതാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. സോ ഇവിടെ നമ്മൾ കുറച്ച് സമയമെടുത്ത് തന്നെയാണ് പറഞ്ഞത്, എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഈ ഒരു കാര്യങ്ങൾ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന നായകന്മാർ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കാരണം കടൽ പോലും ഇങ്ങനെ കിടക്കുകയാണല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തു വെക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് കേൾക്കുക, അത് മുഴുവനും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഉപകാരമുണ്ട്, അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. അപ്പോൾ ഇതാണ് കേരള ചരിത്ര ഭാഗത്ത് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. 7 ചോദ്യങ്ങളുണ്ട്. ആ 7 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യാ ചരിത്രമാണ്. ഇന്ത്യാ ചരിത്ര ഭാഗത്ത് നിന്നും പ്രധാനമായിട്ടും 4 ചോദ്യങ്ങളാണ്. അതിലൊന്ന് മിഡീവൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നുമാണ്. നമ്മുടെ സിലബസിൽ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനിയുള്ള ഫേസിലായാൽ പോലും ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള പോയിന്റുകൾ പഠിച്ചാൽ മതി. അത് നോക്കി വെച്ചിട്ട് ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി റിസ്ക് എടുക്കാൻ വയ്യ, ആ ഒരു പോയിന്റ് ഞങ്ങൾക്ക് വേണ്ട സാർ എന്ന് പറയുന്നവരാണ് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവിടെ മിഡീവൽ ഇന്ത്യയിൽ നിന്നും ഒരു ചോദ്യം ഇനിയുള്ള ഫേസിൽ ഉറപ്പായിരിക്കും എന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 4 ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിലെ ആദ്യ ചോദ്യം അത് ഈ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു മിഡീവൽ ഇന്ത്യ ഭാഗത്തു നിന്നുമുള്ളതാണ്. അപ്പോൾ ഔറംഗസീബിനെ പറ്റിയിട്ടാണ് ചോദ്യം. സോ നമുക്കറിയാം, ഔറംഗസീബ് എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും മിഡീവൽ ഇന്ത്യൻ കാലഘട്ടം പഠിക്കുമ്പോൾ അവിടെ മുഗൾ കാലഘട്ടം പറയുമ്പോൾ മുഗൾ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ മുഗൾ കാലഘട്ടത്തിലെ അവസാന ഭരണാധികാരി, മുഗൾ കാലഘട്ടത്തിലെ അവസാന ഭരണാധികാരി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. അത് കൃത്യമായിട്ട് ഞാനങ്ങ് തീർത്തു തരാം. ദ ഗ്രേറ്റ് മുഗൾസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിലെ മുഗൾ ചക്രവർത്തിമാരുണ്ട്. സോ ആ ഗ്രേറ്റ് മുഗൾസിലെ അവസാന ഭരണാധികാരിയാണ് ഇദ്ദേഹം. 1658 ടു 1707 കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും മിഡീവൽ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. സോ ഇദ്ദേഹമാണ് ദ ഗ്രേറ്റ് മുഗൾസിലെ അവസാന ഭരണാധികാരി. അല്ലാതെ
മുഗൾ കാലഘട്ടത്തിലെ അവസാന ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ബഹദൂർ ഷാ സഫർ രണ്ടാമനാണ്. ബഹദൂർ ഷാ സഫർ രണ്ടാമനാണ് മുഗൾ കാലഘട്ടത്തിലെ അവസാന ഭരണാധികാരി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഔറംഗസീബുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നുള്ളതാണ്. സോ ഒന്ന്, ഹി റീ ഇമ്പോസ്ഡ് ജസിയ. സോ ജസിയ എന്ന് പറയപ്പെടുന്നത് എന്താണ്? പ്രധാനമായിട്ടും മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ നിന്നും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും പ്രധാനമായിട്ടും ഏർപ്പെടുത്തിയ ഒരു നികുതിയാണ് ജിസിയ എന്ന് പറയപ്പെടുന്നത്. അപ്പം ജിസിയ എന്ന് പറയപ്പെടുന്നത് ഒരു മതനികുതിയായിരുന്നു. ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നികുതിയായിരുന്നു, മതനികുതിയായിരുന്നു ജിസിയ എന്ന് പറയപ്പെടുന്നത്. ഈ ജിസിയ ആരംഭം കുറിക്കുന്നത് പ്രധാനമായിട്ടും ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലാണ്. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ആദ്യ ഭരണാധികാരിയായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടം തൊട്ടേ ജസിയ സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിലും ജസിയ സമ്പ്രദായം ഇന്ത്യയിൽ വലിയ രീതിയിൽ ഒരു പ്രാരംഭം കുറിക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ജസിയ സമ്പ്രദായം വലിയ രീതിയിൽ ആരംഭം കുറിക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. അതായത് പണ്ട് കാലഘട്ടം തൊട്ടേ ഈ ഒരു ജസിയ സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ബ്രാഹ്മിൻസിനുമേല് ജസിയ ഈടാക്കിയത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വിവിധ നികുതികൾ, വിവിധ തരത്തിലുള്ള 4 നികുതികൾ അദ്ദേഹം പല വിഭാഗം ആളുകളുടെ മേലെ ഏർപ്പെടുത്തിയിരുന്നു. മുസ്ലിങ്ങളുടെ മേലെ സഗാത്ത് എന്ന് പറയുന്ന ഒരു മതനികുതി, അതേപോലെ അമുസ്ലിങ്ങളുടെ മേല് ഈ ജിസിയ സമ്പ്രദായം. അത്തരത്തിൽ 4 നികുതികൾ അദ്ദേഹം ഏർപ്പെടുത്തി. അതിലെ ഒരു പ്രധാനപ്പെട്ട മതനികുതിയായിരുന്നു ഫിറോസ് ഷാ കൊണ്ടുവന്ന ജിസിയ. ഫിറോസ് ഷായുടെ പ്രധാനപ്പെട്ട പോയിന്റ് ജിസിയ, അത് ബ്രാഹ്മിൻസിനുമേലും ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഈ ഒരു മതനികുതി പിന്നീട് പിൽക്കാലത്ത് മുഗൾ കാലഘട്ടത്തിൽ തുടർന്നുവെങ്കിലും അക്ബറിന്റെ കാലഘട്ടത്തിൽ, അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആ ജിസിയ സമ്പ്രദായം സ്റ്റോപ്പ് ചെയ്തിരുന്നു. ജിസിയ സമ്പ്രദായം അക്ബറിന്റെ കാലഘട്ടത്തിൽ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ആ ഒരു ജിസിയ സമ്പ്രദായം വീണ്ടും ആരംഭിച്ച വ്യക്തി അത് പ്രധാനമായിട്ടും ഔറംഗസീബാണ്. ആ ജിസിയ സമ്പ്രദായം അത് വീണ്ടും ആരംഭിച്ച വ്യക്തി അത് ഔറംഗസീബാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു ഓപ്ഷൻ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്തു. ഇനിയും 2, ഹി പെർസ്യൂഡ് ആൻ അഗ്രസീവ് ഡക്കാൻ പോളിസി. സോ ആ ഒരു പ്രസ്താവനയും ശരി തന്നെയാണ്. എന്താണ് ഡക്കാൻ പോളിസി? ഔറംഗസീബിന്റെ ഡക്കാൻ പോളിസി എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും ഔറംഗസീബ് ഡക്കാൻ ഭാഗത്തുള്ള ബിജാപൂർ, ഗോൽക്കൊണ്ട, അതേപോലെ തന്നെ മറാത്ത സാമ്രാജ്യം എന്നിവയുടെ വളർച്ച തടയിട്ടുകൊണ്ട് അദ്ദേഹം തുടർച്ചയായിട്ട് ഡക്കാൻ മേഖലകളെ ആക്രമിച്ചു കൊണ്ടിരുന്നു. സോ ഔറംഗസീബ് എന്ന് പറയപ്പെടുന്ന വ്യക്തി രാജാവാകുന്നതിന് മുൻപേ ഡക്കാൻ മേഖലയിലെ ഗവർണറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡക്കാൻ മേഖല പിടിച്ചെടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാശിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു അഗ്രസീവ് ഡക്കാൻ പോളിസി പിൻപറ്റിയ വ്യക്തിയാണ്. അതായത് കോൺസ്റ്റന്റ്ലി അദ്ദേഹം ഈ ബിജാപൂർ, ഗോൽക്കൊണ്ട പ്രദേശങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയുണ്ടായി. സോ ഈ ഒരു അഗ്രസീവ് ഡക്കാൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം പ്രധാനപ്പെട്ട ചില ഡക്കാൻ മേഖലയിലെ രാജ്യങ്ങളെ പിടിച്ചെടുക്കുകയും മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിജാപൂർ മേഖല. 1686 കാലഘട്ടത്തിലാണ് ബിജാപൂർ മേഖല അദ്ദേഹം പിടിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഗോൽക്കൊണ്ട മേഖലയും അദ്ദേഹം ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയുണ്ടായി. 1687 കാലഘട്ടത്തിലാണ് ഗോൽക്കൊണ്ട മേഖല അദ്ദേഹം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. അത് മാത്രമല്ല മറാത്ത സാമ്രാജ്യത്തിനെതിരെയും ഇദ്ദേഹം ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരി തന്നെയാണ്. അതും ഔറംഗസീബുമായി ബന്ധപ്പെട്ട പോയിന്റാണ്. ഇനിയും ഹി എൻകറേജ്ഡ് ദീൻ ഇലാഹി. സോ മതപരമായിട്ട് വളരെയധികം ഇടുങ്ങിയ ചിന്താഗതി വെച്ചു പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഔറംഗസീബ്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. ആ ദീൻ ഇലാഹി എന്ന് പറയപ്പെടുന്നത് അത് ഔറംഗസീബുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അക്ബറുമായി ബന്ധപ്പെട്ടതാണ്. അക്ബർ ചക്രവർത്തി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ദാർശനിക ചിന്താ പദ്ധതിയാണ് ദീൻ ഇലാഹി എന്ന് പറയപ്പെടുന്നത്. സോ ദീൻ ഇലാഹി ഓർത്തുവെക്കണം, അത് ഔറംഗസീബുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അക്ബറുമായി ബന്ധപ്പെട്ടതാണ്. ഈ ദീൻ ഇലാഹിയുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. എന്താണ് ദീൻ ഇലാഹി? പ്രധാനമായിട്ടും എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അക്ബർ വിഭാവനം ചെയ്ത പുതിയ ഒരു മത ചിന്ത അല്ലെങ്കിൽ ദാർശനിക ചിന്താ പദ്ധതിയായിരുന്നു ദീൻ ഇലാഹി. എന്നാൽ ദീൻ ഇലാഹിയിൽ വലിയ രീതിയിൽ ജനസമ്മതി നേടിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ പോലും ആ ദീൻ ഇലാഹിയിൽ ജോയിൻ ചെയ്തില്ല. കാരണം അവരെ ഒന്നും തന്നെ അത്തരത്തിൽ നിർബന്ധിച്ചിരുന്നുമില്ല. ഇദ്ദേഹം ദീൻ ഇലാഹിയിൽ ജോയിൻ ചെയ്യണം എന്ന പേരിൽ നിർബന്ധിച്ചിരുന്നുമില്ല. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന അവിടെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. അത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായത്. ബാക്കി ഒരു പ്രസ്താവന തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രസ്താവന വീതം നോക്കി പോകാം. അപ്പോൾ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് മിൻഡോ മോർലി റിഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിയാണോ? ശരിയാണ്. അതായത് ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച അന്നത്തെ വൈസ്രോയി അത് മിൻഡോ സെക്കൻഡ് ആയിരുന്നു. ലോർഡ് മിൻഡോ സെക്കൻഡ് ആയിരുന്നു. അതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ പദവി വഹിച്ച വ്യക്തി അത് മോർലി ആയിരുന്നു. മോർലി പ്രഭുവായിരുന്നു. സോ ഇവർ രണ്ടുപേരുമായിരുന്നു ഈ ഒരു നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളുടെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ കൗൺസിൽ ആക്ടിലെ അവസാനത്തെ ആക്ടാണ് ഈ ഒരു 1909 നിയമം. ആ ഒരു നിയമം പ്രധാനമായിട്ടും മിൻഡോ മോർലി റിഫോംസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനിയും 2, ഇറ്റ് ഇൻട്രഡ്യൂസ്ഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്. ശരിയാണോ? ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു നിയമപ്രകാരം ഇന്ത്യയിൽ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് കൊണ്ടുവന്നു. എന്താണ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്? സോ അത് പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു, ഇലക്ട്രേറ്റുകൾ അനുവദിച്ചു. ആർക്ക്? 1909 കൗൺസിൽ ആക്ട് പ്രകാരം മുസ്ലിങ്ങൾക്കാണ് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് അനുവദിച്ചത്. അപ്പോൾ 1909 ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റ്സ് 1906 ഡിസംബർ മാസം ആരംഭം കുറിച്ച ഒരു പാർട്ടിയുണ്ട്. ഏതാ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. ആഗാ ഖാന്, നവാബ് സലീമുല്ല ഖാന് എന്നിവർ ചേർന്ന് ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് ആരംഭം കുറിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർക്ക് വേണ്ട എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻഡോ രണ്ടാമൻ. ആ ഒരു മിൻഡോ രണ്ടാമൻ അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുമെന്ന്. ആ ഒരു ഉറപ്പ് 1909 കൗൺസിൽ ആക്ടിലൂടെയാണ് പാലിച്ചത്. അങ്ങനെ 1909 കൗൺസിൽ ആക്ടിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റ്സ് അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ മിൻഡോ രണ്ടാമനെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിൻഡോ രണ്ടാമനാണ്. ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? അത് മിൻഡോ രണ്ടാമനെയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ഇവിടെ ശരിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് 3ഉം 4ഉം ശരിയോ തെറ്റോ എന്നുള്ളതാണ്. സോ നമുക്കൊരു കാര്യം ക്ലിയർ ആയി, നാലാമത്തെ പ്രസ്താവന ശരിയാണ്. അതായത് ബാക്കിയുള്ള 2 ഓപ്ഷനുകളിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി, നാലാമത്തെ പ്രസ്താവന ശരിയാണ്. ഇറ്റ് ഇൻക്രീസ്ഡ് ദ സൈസ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സൈസ് വർദ്ധിപ്പിച്ചിരുന്നു ഈ ഒരു നിയമപ്രകാരം. അപ്പോൾ നാലാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, ഇറ്റ് ഇൻട്രഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി. പ്രവിശ്യ സ്വയംഭരണം ആരംഭിച്ചു. ശരിയാണോ? ശരിയല്ല. കാരണം പ്രവിശ്യ സ്വയംഭരണം ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് 1909 കൗൺസിൽ ആക്ട് പ്രകാരമല്ല, മറിച്ച് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരമാണ്. നമുക്കറിയാം. സോ ഇത്രയും ഭാഗം നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം, അല്ലെങ്കിൽ ഏത് പേരിൽ അറിയപ്പെടും? മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ്.
ആ മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് പ്രധാനമായിട്ടും കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് പ്രധാനമായിട്ടും കൊണ്ടുവന്ന ഒരു കാര്യമാണ് പ്രധാനമായും ഡയാർക്കി ഇൻ പ്രൊവിൻസ്, പ്രവിശ്യകളിലെ ദ്വിഭരണം കൊണ്ടുവന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. എന്നാൽ അത് ഒരു പരാജയമായി മാറുകയും പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം ഈ ഡയാർക്കി ഇൻ പ്രൊവിൻസ് എടുത്തു കളയുകയും പകരം പ്രൊവിൻഷ്യൽ ഓട്ടോണമി, പ്രൊവിൻസുകളിൽ സ്വയം ഭരണം നൽകുകയും ചെയ്തു. പ്രൊവിൻഷ്യൽ ഓട്ടോണമി നൽകുകയും ചെയ്തു. സോ ഇതാണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി. സോ അപ്പോൾ പ്രൊവിൻഷ്യൽ ഓട്ടോണമി അത് 1909 കൗൺസിൽ ആക്ട് അല്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4, 1, 2, 4 ഇവിടെ വരുന്ന ശരിയായ ഉത്തരം. ഇനിയും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ കൺസിസ്റ്റഡ് ഓഫ് ഹൗ മെനി മെമ്പേഴ്സ്? സോ സംസ്ഥാന പുനഃസംഘടന എന്ന ഭാഗത്തിൽ നിന്നും വന്നതാണ്. പ്രധാനമായിട്ട് നമുക്കറിയാം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയിൽ പ്രധാനമായിട്ടും സംസ്ഥാനങ്ങൾ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പല കമ്മിറ്റികൾ, ദർ കമ്മിറ്റി, JVP കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റികളും അപ്പോയിന്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഈ കമ്മിറ്റികളൊക്കെ തന്നെ പ്രധാനമായിട്ടും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം വേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് 1953 കാലയളവിൽ പ്രധാനമായിട്ടും മദ്രാസ് സംസ്ഥാനത്തിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോറ്റി ശ്രീരാമലു എന്ന വ്യക്തി 1952 കാലഘട്ടത്തിൽ അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിരാഹാര സത്യാഗ്രഹം ദിവസങ്ങൾ നീണ്ടു, മാസങ്ങൾ നീണ്ടു. ആ ഒരു നിരാഹാര സത്യാഗ്രഹത്തിനൊടുവിൽ അദ്ദേഹം മരണപ്പെട്ടു. സോ പോറ്റി ശ്രീരാമലുവിൻ്റെ മരണത്തിന് ശേഷം ആന്ധ്ര മേഖല അല്ലെങ്കിൽ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തമാവുകയും ചെയ്തു. ആ ഒരു പ്രതിഷേധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 1953 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യത്തെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അതാണ് ആന്ധ്ര സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനം. സോ അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് അവിടെ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ഗവൺമെന്റ് കൊണ്ടുവരുന്നു 1953. 1953 കൊണ്ടുവന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെയർമാനായിരുന്ന ആ ഒരു കമ്മീഷനിൽ ചെയർമാനായിരുന്ന വ്യക്തിയായിരുന്നു ഫസൽ അലി ആയിരുന്നു ആ ഒരു കമ്മീഷന്റെ ചെയർമാൻ. അദ്ദേഹത്തെ കൂടാതെ 2 വ്യക്തികൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് HN കുൻസ്രു ആയിരുന്നു, മറ്റൊന്ന് സർദാർ KM പണിക്കർ, മലയാളിയായിരുന്ന സർദാർ KM പണിക്കർ. ഇവർ 3 പേരും ഉൾക്കൊള്ളുന്നതായിരുന്നു ആ പറയുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 7ാമത് ഭരണഘടനാ ഭേദഗതി 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരികയും ഒക്കെ ചെയ്തു. സോ ഇങ്ങനെയാണ് 1956 നവംബർ മാസം 1-ാം തീയതി കേരളമൊക്കെ രൂപീകരിക്കുന്നത്. ആ ഒരു സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളാണ് ആദ്യം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 14 സംസ്ഥാനങ്ങളാണ്. അതിലൊന്നായിരുന്നു നമ്മുടെ കേരളം. അപ്പോൾ ഇവിടെ 3 അംഗങ്ങളായിരുന്നു ആ ഒരു കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഇനിയും അടുത്ത ചോദ്യം, ഇന്ത്യാസ് ലുക്ക് ഈസ്റ്റ് പോളിസി വാസ് എൻയൂനിസിയേറ്റഡ് ബൈ, അതായത് ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന ആ ഒരു നയം പ്രധാനമായിട്ടും കൊണ്ടുവന്ന വ്യക്തിയാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഫോറിൻ പോളിസി എന്നുള്ള രീതിയിൽ ലുക്ക് ഈസ്റ്റ് പോളിസി കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇന്ത്യയുടെ വിദേശ നയം വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ്. ലുക്ക് ഈസ്റ്റ് പോളിസി അത് നരസിംഹറാവുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് ലോകചരിത്രത്തിൽ നിന്നും 2 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ആ ലോകചരിത്രവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇനിയുള്ള പരീക്ഷകൾക്കും ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് 1 to 2 കൂടിപ്പോയാൽ 3 ചോദ്യങ്ങൾ അത്രയുമായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് അടിസ്ഥാനപ്പെടുത്തി വേണം പഠിക്കാൻ. നമ്മൾ പ്രധാനമായിട്ടും ലോകചരിത്രം നമ്മളെ നിരാശപ്പെടുത്തുകയാണ് ഈ ഒരു ഫേസിലുണ്ടായത്. കാരണം നമ്മളെല്ലാവരും വിപ്ലവങ്ങളൊക്കെ കാര്യമായിട്ട് പഠിച്ചിട്ട് പോയിട്ട് വിപ്ലവങ്ങളിൽ നിന്നും ഒരൊറ്റ ചോദ്യം പോലും PSC ചോദിച്ചില്ല. പക്ഷെ അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വലിയൊരു സിലബസിൽ നിന്നും 2-3 ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഒരു ഭാഗം ഒഴിവാക്കപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിപ്ലവങ്ങൾ അടുത്ത ഫേസിൽ പഠിക്കാതെ പോകരുത്. വിപ്ലവങ്ങൾ പഠിച്ചിട്ട് പോകണം. എസ്പെഷ്യലി ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം ഒക്കെ പഠിച്ചിട്ട് പോകണം. വളരെ പ്രധാനപ്പെട്ടതാണ്. സോ അത് പഠിച്ചിട്ട് പോകണം, വളരെ പ്രധാനപ്പെട്ടതാണ്. സോ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം ഇതാണ്: Which of the following countries was the first to recognize Bangladesh as an independent state in 1971? അതായത് 1971 ബംഗ്ലാദേശിനെ ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് പ്രഖ്യാപിച്ച, അംഗീകരിച്ച ആദ്യ രാജ്യം ഏത് എന്നുള്ളതാണ്. സോ പ്രധാനമായിട്ടും ഇവിടെ ഫസ്റ്റ് ഫേസ് എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റാൻ സാധ്യതയുള്ളതും നമുക്ക് 1 മാർക്ക് നഷ്ടപ്പെടുത്തുന്നതുമായ ഒരു പോയിന്റാണിത്. സോ ഇവിടെ പ്രധാനമായിട്ടും 1971 ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്ന ആ ഒരു യുദ്ധമൊക്കെ നമ്മൾ കാരണസഹിതം പഠിക്കുന്നതാണ്. അവിടെ പ്രധാനമായിട്ട് നമ്മൾ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാൻ മേഖലയിൽ പ്രധാനമായിട്ടും രൂപീകരിക്കപ്പെട്ട ഒരു പുതിയ രാജ്യമാണ് ബംഗ്ലാദേശ് എന്നും ആ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഇന്ത്യയാണ് എന്നും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എന്നുമൊക്കെ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ ഒരു പോയിന്റ് കൂടി അവിടെ അറിഞ്ഞു വെക്കണം. ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യം അംഗീകരിച്ചത് അത് ഭൂട്ടാനാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യം അംഗീകരിച്ചത് അത് ഭൂട്ടാനാണ്. നമ്മളിൽ പലരും വിചാരിച്ചിരുന്നതും എഴുതിയതും ആൻസർ മാർക്ക് ചെയ്തതും ഒക്കെ തന്നെ ഇന്ത്യ ആയിരിക്കും. പക്ഷെ അവിടെ മനസ്സിലാക്കണം അത് ഭൂട്ടാനാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാര്യം, ഇന്ത്യയും ഭൂട്ടാനും ഒരേ ദിവസമാണ് അക്സെപ്റ്റ് ചെയ്തത്. അതായത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് രാഷ്ട്രം എന്നുള്ള രീതിയിൽ അംഗീകരിച്ചത് ഒരേ ദിവസമാണ്. ഇന്ത്യ ആയിക്കോട്ടെ ഭൂട്ടാൻ ആയിക്കോട്ടെ ഒരേ ദിവസമാണ്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഭൂട്ടാൻ ആദ്യമായിട്ട് മാറുന്നത്. ദ ഹിന്ദു പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം, ഭൂട്ടാൻ ആയിരുന്നു ഫസ്റ്റ് ടു റെക്കഗ്നൈസ് ബംഗ്ലാദേശ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇൻ 1971. അതും ഓർത്തു വെക്കണം. ഈ ബംഗ്ലാദേശിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും വരാം, പഠിക്കണം. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഖാലിദ സിയൊക്കെ റീസെൻ്റ്ലി മരണപ്പെട്ടു. അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം, പഠിച്ചു കൊള്ളണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇനിയും അടുത്ത ചോദ്യം. സോ പ്രോപ്പർ വേൾഡ് ഹിസ്റ്ററി ഭാഗത്തു നിന്നും ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. ഈ ഒരു ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? പ്രധാനമായിട്ടും നമ്മളോട് PSC പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ റവല്യൂഷൻ കഴിഞ്ഞാൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് 2ാം ലോക മഹായുദ്ധാനന്തരമുള്ള രാഷ്ട്രീയ ചരിത്രം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും സിലബസിൽ പറഞ്ഞിട്ടില്ല. 2ാം ലോക മഹായുദ്ധാനന്തരമുള്ള രാഷ്ട്രീയ ചരിത്രമാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ചോദ്യം ഇത് 2ാം ലോക മഹായുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പഠിക്കേണ്ട കാര്യമാണ്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ചോദ്യമാണ്. പക്ഷേ നമുക്കിതറിയാമായിരുന്നു. കാരണം ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരും. കാരണം 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ചോദ്യം കൂടി ഒന്ന് നോക്കാം. British Prime Minister is most closely associated with the policy of appeasement towards Nazi Germany. പ്രധാനമായിട്ടും ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഉള്ള ഫലങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ടോട്ടാലിറ്റേറിയനിസം, സമഗ്രാധിപത്യം എന്ന് പറയപ്പെടും. ടോട്ടാലിറ്റേറിയനിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യം എന്ന് പറയപ്പെടും. ഈ സമഗ്രാധിപത്യം എന്ന പോയിന്റിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനവും, അത് പ്രധാനമായിട്ടും ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ ജർമ്മനിയിലെ നാസി പ്രസ്ഥാനവും പ്രധാനമായിട്ടും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ. സോ ഈ ഒരു പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും ആ ഒരു പ്രസ്ഥാനങ്ങളുടെ ആശയം ജനാധിപത്യ വിരുദ്ധമായിരുന്നു, സാമ്രാജ്യത്വ നിലപാടുകൾ സ്വീകരിച്ചിരുന്നതായിരുന്നു. സോ പ്രധാനമായും അവിടെ നാസി ജർമ്മനി അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ അവിടെ പ്രധാനമായും മറ്റു പ്രദേശങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അങ്ങനെ പ്രധാനമായിട്ടും ജർമ്മനി അല്ലെങ്കിൽ ഇപ്പറഞ്ഞ അഡോൾഫ് ഹിറ്റ്ലർ പ്രധാനമായിട്ടും കണ്ണുവെച്ച ഒരു പ്രദേശമായിരുന്നു സുഡറ്റൻ ലാൻഡ് പ്രദേശം. സോ ഈ ഒരു സുഡറ്റൻ ലാൻഡ് പ്രദേശത്തിനുമേൽ ജർമ്മനി അവകാശവാദം ഉന്നയിക്കുകയും ചെക്ക് ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ സുഡറ്റൻ ലാൻഡ് പ്രദേശം. ജർമ്മനി ആ ഒരു പ്രദേശത്തിനുമേൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ചെക്ക് ഗവൺമെന്റ് അവിടെ പ്രധാനമായിട്ടും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായം തേടി. എന്നാൽ ഈ ഒരു കാലയളവിൽ ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ചിരുന്ന ഒരു നയമുണ്ടായിരുന്നു. അതായിരുന്നു അപ്പീസ്മെന്റ് പോളിസി അഥവാ പ്രീണന നയം. അപ്പീസ്മെന്റ് പോളിസി അഥവാ പ്രീണന നയം എന്ന് മലയാളത്തിൽ പറയും. അതായത് ശത്രുപക്ഷത്തുള്ളവരെ പ്രീണിപ്പിച്ച് അപ്പീസ്മെന്റ് ചെയ്തുകൊണ്ട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു, അവിടെ ഒരു സമാധാനം സ്ഥാപിക്കുന്നു. ഇതായിരുന്നു പ്രധാനമായിട്ടും അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട നയം. ഈ ഒരു നയമാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കാനിടയാക്കിയ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അവിടെ ഈ സുഡറ്റൻ ലാൻഡ് ക്രൈസിസിന് മേല് ജർമ്മനിയുടെ അവകാശവാദത്തെ ഫ്രാൻസും ഇംഗ്ലണ്ടും ഇടപെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതായത് ചെക്ക് ഗവൺമെന്റിനോട് കൂടി ആലോചിക്കാതെ ഇവിടെ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നു. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ജർമ്മനിക്ക് സുഡറ്റൻ ലാൻഡ് മേഖല വിട്ടുകൊടുക്കുകയാണ്. ആ സുഡറ്റൻ ലാൻഡ് മേഖല ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. ചെക്ക് ഗവൺമെന്റിനോട് ചോദിക്കാതെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത്. സോ ഇത്തരത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ നാസി ജർമ്മനിയെയും ഒക്കെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നാസി ജർമ്മനിയെയും അതേപോലെ തന്നെ ഫാസിസ്റ്റ് ഇറ്റലിയിൽ നിന്നും ഒരു ആക്രമണം ഒഴിവാക്കുന്നതിനു വേണ്ടി പ്രധാനമായിട്ടും ഇംഗ്ലണ്ടും ഫ്രാൻസും സ്വീകരിച്ച നയമായിരുന്നു അപ്പീസ്മെന്റ് പോളിസി അഥവാ പ്രീണന നയം. നാസി ജർമ്മനിയുമായിട്ട് ഈ ഒരു അപ്പീസ്മെന്റ് പോളിസി സ്വീകരിച്ച പ്രധാനപ്പെട്ട അന്നത്തെ ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു നെവിൻ ചെമ്പർലിൻ ആയിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു പോളിസി കൈക്കൊണ്ട അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓർത്തുവെക്കണം, നെവിൻ ചെമ്പർലിൻ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു അപ്പീസ്മെന്റ് പോളിസി അല്ലെങ്കിൽ പ്രീണന നയം കൈക്കൊണ്ട അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തു വെച്ച് പഠിക്കണം. വളരെ പ്രധാനമാണ് കേട്ടോ, വളരെ പ്രധാനമാണ്. ഇനിയും ഈ പ്രീണന നയം രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരു കാരണമായി മാറി എന്നതുകൂടി മനസ്സിലാക്കി വെക്കണം. കാരണം ജർമ്മനി അവിടെ മനസ്സിലാക്കി ബ്രിട്ടനും ഫ്രാൻസും എന്തു വന്നാലും ഈ ഒരു പ്രീണന നയം പിൻപറ്റത്തേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങ് യുദ്ധം നടത്തിയേക്കാം എന്നുള്ള രീതിയിൽ ആക്രമണം നടത്തി. എങ്ങനെയാണ് പ്രധാനമായിട്ടും ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധം ആരംഭം കുറിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മളോട് വേൾഡ് ഹിസ്റ്ററി ഭാഗത്തു നിന്നും ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഹിസ്റ്ററി ഭാഗത്തു നിന്നും വന്ന ചോദ്യങ്ങൾ.
ഇവിടെ വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നിന്നും 2 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, അവിടെ വിപ്ലവങ്ങൾ ചോദിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിപ്ലവങ്ങൾ പഠിക്കാതിരിക്കരുത്. അടുത്ത ഫേസിൽ പരീക്ഷ ഉള്ളവർ വിപ്ലവങ്ങൾ പഠിച്ചിട്ട് പോകണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിപ്ലവങ്ങൾ. വേഗത്തിലൊന്ന് റിവൈസ് ചെയ്തു പോകണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, അതേപോലെ തന്നെ കേരള ചരിത്രം എന്നിങ്ങനെ 3 ഭാഗത്തു നിന്നും ഫസ്റ്റ് ഫേസിൽ വന്ന ചോദ്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. ഇവിടെ വന്ന ചോദ്യങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി, 13 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയുമുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അല്ലെങ്കിൽ പറയാം, ഇനിയുള്ള പരീക്ഷകളിലും ഈ ഒരു ഹിസ്റ്ററി ഭാഗത്തു നിന്നും 10ൽ കൂടുതൽ ചോദ്യങ്ങൾ വരാം. 10ൽ കൂടുതൽ ചോദ്യങ്ങൾ വരാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററി ഭാഗത്തു നിന്നാകാം. ദെൻ രണ്ടാമത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്ത്യ ചരിത്രമാണ്. ദെൻ അവിടെ തന്നെ പിന്നീട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വേൾഡ് ഹിസ്റ്ററിക്കാണ്. മൂന്നിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഇനിയും കേരള ഹിസ്റ്ററി ഭാഗത്ത് വളരെ പ്രാധാന്യം നൽകേണ്ട ഒരു മേഖല അത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. അതേപോലെ തന്നെ നമ്മൾ ഓർത്തു പഠിക്കേണ്ട മറ്റു മേഖലകൾ ഞാൻ പറഞ്ഞു. യൂറോപ്യന്മാരുടെ ആഗമനം, സംഭാവന, ആ ഒരു ടോപ്പിക്ക് പഠിക്കണം. ഐക്യ കേരള പ്രസ്ഥാനം നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് 1956 ശേഷമുള്ള കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന ഭാഗം. അതും ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചുകൊള്ളുക. ദെൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കി വെച്ചുകൊള്ളുക. ദെൻ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം പോലെയുള്ള ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഫസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയുള്ള ഫേസുകളിൽ നമ്മൾ അതും എക്സ്പെക്ട് ചെയ്യണം. പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതും പഠിച്ചു വെച്ചുകൊള്ളുക, വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇനിയും ഇന്ത്യ ചരിത്ര ഭാഗം നോക്കുകയാണ് എങ്കിൽ കുറഞ്ഞത് ഒരു ചോദ്യം മിഡീവൽ ഇന്ത്യയിൽ നിന്നായിരിക്കും. മിഡീവൽ ഇന്ത്യ ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുക. എസ്പെഷ്യലി അവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് മുഗൾ കാലഘട്ടമാണ്. അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടവും ഒക്കെ കുറച്ചുകൂടി പ്രാധാന്യം നൽകി പഠിച്ചുകൊള്ളുക. പിന്നീട് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും 1857 റിവോൾട്ട് പോലെയുള്ള ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ഇനിയുള്ള ഫേസുകളിൽ. അതേപോലെ ഇവിടെ വരാത്ത ഭാഗങ്ങളാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ നോക്കേണ്ടത്. ദെൻ പിന്നീട് നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ഭാഗമാണ്. സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. ദെൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നൊരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടന എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചുകൊള്ളുക. ദെൻ വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യം നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. ആ ഒരു പ്രാധാന്യം നൽകി വേൾഡ് ഹിസ്റ്ററി, റവല്യൂഷൻസ് പഠിക്കണം. ദെൻ 2ാം ലോക മഹായുദ്ധാനന്തരമുള്ള രാഷ്ട്രീയ ചരിത്രം പഠിക്കണം. യുണൈറ്റഡ് നേഷൻസിൻ്റെ കാര്യം പ്രത്യേകം പഠിക്കണം. യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ഭാഗമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. ഇനിയുള്ള ഫേസുകൾ എഴുതാൻ പോകുന്നവർക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ കുറച്ച് ദൈർഘ്യം കൂടുതലാണ് എങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. നല്ല രീതിയിൽ പഠിച്ച് ഹിസ്റ്ററി ഭാഗത്തു നിന്നും ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും നിങ്ങൾ ശരിയായ ഉത്തരം നൽകി ആ മാർക്ക് നിങ്ങൾ സെറ്റാക്കണം. പ്രിലിംസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കും എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കും. അത് നമ്മൾ ഏത് ചോദ്യം വന്നാലും നമ്മളത് എത്തിയിരിക്കും. അപ്പം നമ്മൾ ഉഷാറായിട്ട് പഠിച്ചുകൊള്ളുക, നല്ല രീതിയിൽ പഠിച്ചുകൊള്ളുക. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. അങ്ങനെ ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.